ഏവർക്കും പ്രണാമം. നമ്മൾ ഇപ്പോൾ നമുക്കിടയിൽ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് വിഷയം എന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചതാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്. അതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത്, നമുക്കിടയിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഭിന്നിപ്പ് വേണ്ട. ആ ഭിന്നിപ്പ് വേണ്ട എന്നുള്ളവർ ഈ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിഷയം വ്യക്തമായി മറ്റുള്ളവർ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ട് നമുക്കൊന്നും ഈ ഏഷ്യാനെറ്റിലോ കൈരളിയിലോ മീഡിയ വണ്ണിലോ ജനം ടി വിയിലൊന്നും പോയിരുന്ന് ഇത്തരം വിഷയങ്ങളൊന്നും പറയാൻ കഴിയില്ല. അവർക്കൊട്ട് അതിനൊന്നും താല്പര്യവും ഇല്ല. എപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു വിഷയം എടുത്തിടുക എന്നല്ലാണ്ട് അതിനെ ആളി കത്തിക്കുക എന്നല്ലാണ്ട് അണയ്ക്കുക എന്നൊരു ഉദ്ദേശം പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ നമ്മുടേതായിരിക്കണം. നമ്മുടേതാണെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മബോധമുള്ളവർക്ക് താല്പര്യമുള്ള പക്ഷം ഈ വിഷയം ഷെയർ ചെയ്യാം. കാരണം നമ്മൾ ഓരോരുത്തരും ഇത് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് നമ്മൾ ഇനി പറയുന്നില്ല, ഒക്കെ നിങ്ങളുടെ താല്പര്യം. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം കുഴി കുത്തി കഞ്ഞികുടിയാണ്. എല്ലാവരും കേട്ട് കാണും. പുതിയ തലമുറയിലെ പല ആളുകളും കേട്ട് കാണില്ല. പഴയ ആളുകൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ചിലർ സിനിമയിലെങ്കിലും ഈ കുഴികുത്തി കഞ്ഞികുടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞു, പ്രായമുള്ളവർ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, കഴിച്ചിട്ടുണ്ടായിരിക്കാം. അനുഭവിക്കുക എന്നുള്ള ആ വാക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിഷയം കുഴികുത്തി കഞ്ഞൂടി ഇതിപ്പോൾ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മുടെ പുലിവാൽ കല്യാണത്തിലും ഒക്കെയുള്ള, അല്ലെങ്കിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലൊക്കെ പ്രത്യേക വില്ലൻ ഭാവത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഇവിടെ ഡ്രാക്കുള എന്ന സിനിമയുണ്ട് മലയാളത്തിൽ. വലിയ പഴക്കമില്ല, കളർ സിനിമയാണ്. അതിലേക്ക് അഭിനയിച്ച തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന മാന്യദേഹത്തിൻ്റെ ഒരു ഫോട്ടോവും എനിക്കതിൻ്റെ ഒപ്പം കാണും. സത്യത്തിൽ അയാൾ എന്താ രാഷ്ട്രീയം, എന്താ പാർട്ടി എന്ന് നമുക്ക് അറിഞ്ഞിരുന്നില്ല. ഈ ഒരു വിഷയങ്ങൾ ഇതിങ്ങനെ നിരന്തരം കാണാൻ തുടങ്ങിയപ്പോഴാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അയാളൊരു BJP അനുഭാവിയാണ്, അതിൻ്റെ ഇലക്ഷനിലൊക്കെ മത്സരിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഈ സുരേഷ് ഗോപിനെ നമുക്കറിയാം, അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ ദേവൻ വൈസ് പ്രസിഡൻ്റ് ആയതും അറിയാം. അതിനു മുമ്പ് ദേവനൊരു പാർട്ടിയുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല. ഈ വൈസ് പ്രസിഡൻ്റ് ആയപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ മുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതായത് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൃഷ്ണകുമാർ ഈ പരാമർശം നടത്തിയപ്പോൾ അദ്ദേഹം എന്താണ് ആ സംസാരിച്ചതെന്ന് നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് നമ്മൾ അവിടെ പറയുകയുണ്ടായി, നമുക്കിത് എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ചെറിയൊരു കഷ്ണം മാത്രം, വളരെ സെക്കൻഡുകൾ മാത്രം, നമ്മുടെ ഒരു ഹേർട്ട് പൾസ് പോലെയാണ്. വളരെ കുറച്ച് മാത്രം സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ്. അതിൻ്റെ ആദ്യം അവസാനവും ഇല്ല. അപ്പോൾ അതിൽ തന്നെ ഇതൊരു കള്ളത്തരമുള്ളതായിട്ട് നമുക്ക് തോന്നി. കാരണം ആ അവസാനിക്കുന്നിടത്ത് എന്തോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് വോയിസ് മ്യൂട്ടായിരുന്നു. അപ്പോൾ എന്താണ് കൃഷ്ണകുമാർ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയപ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. കൃഷ്ണകുമാറിൻ്റെ സഹധർമ്മിണി, ഭാര്യ, പാർട്ട്ണർ, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, ഒരു യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഏതാനും 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പഴങ്കഞ്ഞി വളരെ ഇഷ്ടപ്പെട്ട കൃഷ്ണകുമാർ പഴങ്കഞ്ഞിയെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ ചെറിയ ഒരു കഷ്ണം എടുത്ത് അത് പ്രചരിപ്പിച്ചുകൊണ്ട് അത് വിവാദമാക്കി മാറ്റുമ്പോൾ വളരെ ഖേദകരെന്ന് പറയട്ടെ, അത് പോകുന്നത് തെറ്റായൊരു റൂട്ടിലൂടെയാണ്. കാരണം നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തെമ്പാടും കറുത്തവനും വെളുത്തവനും അടിമയും ഉടമയും താഴ്ത്തപ്പെട്ടവനും ഉയർത്തപ്പെട്ടവനും എന്നൊക്കെ തുടങ്ങി പല പല പേരിലുള്ള
വളരെ നീചമായ അനീതികൾ ഉണ്ടായിരുന്നു എന്നൊരു വസ്തുത ബോധമുള്ള ആർക്കും, അല്ലെങ്കിൽ ചിന്താശക്തിയുള്ള ആൾക്കും, പഠനം ഉള്ള ഒരാൾക്കും നിഷേധിക്കാനാവില്ല. എന്നാൽ അത് പറഞ്ഞിരിക്കുകയല്ല, അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്നത് സമൂഹത്തിലുണ്ടാകുന്ന വിള്ളലുകളാണ്. നമ്മൾ അടുക്കാൻ ശ്രമിക്കും തോറും വിള്ളുന്നു. ഈ വിള്ളുമ്പോൾ എന്തുണ്ടാകുന്നത്? രാജ്യം അതിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലെയും ഉയർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം പോലും ഇത്തരം വിഷയങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ദോഷഫലമാർക്കാണ്? എന്തായാലും ഉയർത്തപ്പെട്ടവർ എന്ന് പറഞ്ഞവർക്കോ ഉയർന്നു വന്നവർക്കോ ഒന്നും തന്നെയല്ല ഇതിൻ്റെ ദോഷമുള്ളത്. ദോഷമുള്ളത് ആരാണോ ഈ താഴ്ത്തപ്പെട്ടവരും അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അത്തരം ആളുകൾക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ദോഷം. ഈ വിഷയങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതെന്തുകൊണ്ട് ദോഷം? ഇത് പരിഹരിച്ചാലേ മറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കണമെന്ന ചിന്ത ആദ്യം ഉണ്ടാകേണ്ടത് ഈ പറയപ്പെട്ടവരിലാണ്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതെ ഇതൊരു വിവാദമാക്കിക്കൊണ്ട് ഇത് കോടതി വരെ എത്തി എന്നുള്ളത് നമുക്ക് വളരെ വേദനയുണ്ടായി. ഇത്തരം നിസാരമാക്കി കളയേണ്ട ഒരു വിഷയം ഇന്നിപ്പോൾ നമ്മൾ കണ്ടൊരു വാർത്ത SC/ST കമ്മീഷനാണെന്ന് തോന്നുന്നു. ഇതിന് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. എന്താ ഇത്ര വിശദീകരണം ആവശ്യമുള്ളത് നമുക്ക് മനസ്സിലായില്ല. SC/ST കമ്മീഷന് ഇതിലെന്ത് റോളൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ സംസാരിക്കുന്നത് ഈ പറയപ്പെടുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഭരണഘടന പ്രത്യേകം പരിഗണന തന്നിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ സംസാരത്തിൽ എവിടെയും തന്നെ പഴങ്കഞ്ഞിയെക്കുറിച്ച് പരാമർശിച്ചു എന്നല്ലാതെ പട്ടികജാതി പട്ടികവർഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇകഴ്ത്തുന്ന ഈ 1989 ഉണ്ടായിട്ടുള്ള അട്രോസിറ്റി ആക്ടിൻ്റെ പരിഗണനയിൽ വരുന്ന ഒരു കാര്യം പോലും കൃഷ്ണകുമാർ സംസാരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് SC/ST കമ്മീഷൻ ഇതിൽ ഇടപെടുന്നത്? എന്തിനാണ് ദലിത്, ആദിവാസി, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഇതിൽ ആകുലതപ്പെടുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇതിനെ ഒരു വിഷയമാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന അഭിപ്രായം നമുക്കില്ല. പിന്നെ ആരാണ് ചെയ്യുന്നത്? എന്താണ് അവരുടെ താല്പര്യം? രാഷ്ട്രീയ താല്പര്യമാകാം. അത് ഇടതുപക്ഷ അല്ലെങ്കിൽ BJP, വലതുപക്ഷ കോൺഗ്രസ് ഇത്രയുള്ള കക്ഷികളുടെ ഭാഗമായി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ളവരുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അത്ര ആളുകൾക്ക് രാഷ്ട്രീയമാകാം. രാഷ്ട്രീയ ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രതിരോധങ്ങളും ഒക്കെയാവാം. പക്ഷെ എന്തിനാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആ അക്കൗണ്ടിൽ ചേർത്തുകൊണ്ട് ഇത് ചെയ്യുന്നേ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതിൽ തന്നെയുള്ള ആളുകൾ പോലും ആ രംഗത്തേക്ക് വരുമ്പോൾ, ഇത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്ന് പറയേണ്ടതിൻ്റെ ഒരു താല്പര്യം നമുക്കുണ്ട്. നമ്മൾ ഉൾപ്പെടുന്നില്ല. ഈ ജനതയ്ക്ക് നേരെ ആരെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മളെ തുടർച്ചയായി പിൻപറ്റുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ ധർമ്മത്തിനെതിരെയും രാഷ്ട്രത്തിനെതിരെയും രാഷ്ട്രത്തിൻ്റെ അകത്ത് നടക്കുന്ന പുറത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനത്തിനൊന്നും നമ്മളാരും പ്രോത്സാഹിപ്പിക്കാറില്ല. ആ വിഷയം സംസാരിക്കാറുണ്ട്. അല്ലാണ്ടുള്ള രാഷ്ട്രീയത്തിലും നമ്മളങ്ങനെ കാര്യമായിട്ട് ഇടപെടാറില്ല കുറച്ച് കാലമായിട്ട്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ആവശ്യമല്ല. അത് നമ്മൾ സംസാരിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചാൽ മതി. അതിന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ബഹുമാനായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു യാത്രയും അതുപോലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MP, MLA ഒക്കെ പാടെ കൂടിയിട്ടുള്ള യാത്രയൊക്കെ നടക്കുന്നതായിട്ട് വാർത്തയൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. അതിനെതിരെയുള്ള കരിങ്കൊടി കാണിക്കലോ അതിനെതിരെ വെള്ള പെയിൻ്റ് അടിക്കലോ ഒക്കെ നമ്മളും കാണുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മിണ്ടുന്നില്ല? ഈ വിഷയത്തിൽ നമ്മൾ മിണ്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. കാരണം എന്താണ്? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരാശയം വെച്ച് മുന്നോട്ട് പോകുന്നു.
അതിൽ നന്മയെ പ്രതീക്ഷിക്കാൻ നമ്മളെപ്പോലുള്ള ഒരു വോട്ടർ ഇരിക്കുന്നത്. ഇതിൻ്റെ നന്മയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലെന്താ കുറ്റം പറയാനുള്ളത്? നമുക്ക് പറയാനില്ല. അപ്പോൾ കുറ്റം ഇല്ലേ, ഉണ്ടോ ഇല്ലേ നമ്മുടെ വിഷയമല്ല. നമ്മൾ ഇപ്പോഴത്തെ ഈ കക്ഷി എന്താണോ ചെയ്യുന്നതിൽ നന്മകൾ നോക്കുകയാണ്. മോശത്തരം ഉണ്ടെങ്കിൽ, ദോഷമുണ്ടെങ്കിൽ അപ്പോൾ പറയാം. ഈ യാത്രയിൽ നമുക്കൊന്നും പറയേണ്ട, റിസൾട്ട് വരട്ടെ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മുടേതല്ല. നമ്മുടേതാണ് എന്നാൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ പറയുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത് പറയപ്പെടുന്ന താഴ്ത്തപ്പെട്ട ജനതയിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ ഒരു മുഖ്യധാര പത്രദൃശ്യമാധ്യമത്തിൽ നമ്മൾ കാണുക. അദ്ദേഹം പറയുന്നത് ഭരണഘടന ആർട്ടിക്കിൾ 17 പറയുന്ന അയിത്തോച്ചാടന നിർമ്മാർജ്ജനം, അതിനെതിരാണ് കൃഷ്ണകുമാറിന്റെ സംസാരം. അയിത്തം ആചരിച്ചിരിക്കുന്നു, അൺടച്ചബിലിറ്റി അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1989 അട്രോസിറ്റി ആക്ട്, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം, ഇതിൽ പറയപ്പെടുന്നതായിട്ട് നിർബന്ധിച്ച് ഇന്നെ ഭക്ഷണം കഴിപ്പിക്കൽ, വസ്ത്രം ധരിപ്പിക്കൽ ഈ നിയമത്തിന്റെ പരിഗണനയിൽ വരും. ആ മാന്യദേഹം അദ്ദേഹം ചിലപ്പോൾ നിയമ വിദ്യാർത്ഥിയായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ചോദ്യം, എവിടെയാണ് കൃഷ്ണകുമാറിൻ്റെ പഴങ്കഞ്ഞി കുടിക്കാനുള്ള ആഗ്രഹവും കൃഷ്ണകുമാർ കണ്ടെന്ന് പറയുന്ന പഴങ്കഞ്ഞി കുടിക്കുന്ന ആ വ്യക്തിയും അട്രോസിറ്റി പരിധിയിൽ വരുന്നേ? റോട്ടിലൂടെ പോകുന്ന ഒരു നായ്, ആ നായയെ കുറിച്ച് ആരെങ്കിലും റോട്ടിലൂടെ ഒരു നായ പോകുന്നു എന്ന് പറയുകയാണെന്ന് കരുതുക, അത് നമ്മുടെ ജനതയെ പറഞ്ഞു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത്? അതോ നായയുടെ കാര്യമാണ് പറഞ്ഞത്? നായ ഏത് നായയാണ്? പല പട്ടികളുടെ പേരുണ്ട്, നമുക്കറിയില്ല. അൽസേഷനായിട്ടും മറ്റുള്ളവർക്ക് ആയിട്ടൊക്കെ ഉണ്ട്, ഡോബർമാനൊക്കെ ആയിട്ട്. അതിലേതിൽ വരുമെന്ന് അറിയാണ്ട് നമ്മൾ ഡോബർമാനെ കുറിച്ചോ അൽസേഷനെ കുറിച്ചോ സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞതിൽ എവിടെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നേ? അത് പറഞ്ഞെങ്കിൽ മാത്രമേ അട്രോസിറ്റി ആക്ടിന്റെ അകത്ത് വരികയുള്ളൂ. ഇനി അതല്ല, അയിത്തോച്ചാടനമാണെങ്കിൽ, അയിത്തം ആചരിക്കുന്നതിനെതിരാണ് അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഒരു ആർഗ്യുമെന്റ് എങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിന്റെ കാര്യമല്ല ഭരണഘടന പറഞ്ഞത്. ഭരണഘടന അവിടെ പ്രത്യേകം ഒരു ജാതിയോ മതമോ ലിംഗമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അയിത്തം ആചരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 14 സമത്വത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ആ 17 ഭരണഘടന പറയുന്ന 17 ആണെങ്കിൽ അവിടെ ആ വിഷയം പട്ടികജാതിക്കാരെ കുറിച്ച് മാത്രമല്ല, ഏതാൾക്ക് നേരെയും നമ്മൾ ഈ തരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്താൽ അടുത്തിരുത്താതിരിക്കുക, മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആ പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിർബന്ധിച്ച് കാര്യങ്ങൾ നടത്തുക, ഇത്തരം വഴി നടക്കാതിരുത്തുക, അല്ലെങ്കിൽ നിർബന്ധിച്ചതുപോലെ തന്നെ കുഴി കുത്തി കഞ്ഞി കുടിപ്പിക്കുക, മറയ്ക്കാൻ സമ്മതിക്കാതിരിക്കുക, അവന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാതിരിക്കുക, വിദ്യാഭ്യാസം നിഷേധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ആർട്ടിക്കിൾ 17 പരിധിയിൽ തന്നെയാണ് വരിക. പക്ഷേ എവിടെയാണ് കൃഷ്ണകുമാർ ഈ പറഞ്ഞത്? കൃഷ്ണകുമാർ പറഞ്ഞതിൽ ഇത് എവിടെയാണ്? ഒരു മുഖ്യധാര പത്രദൃശ്യ മാധ്യമം ഇത് 2-3 ആൾ കൂടി നിന്നിട്ട് ഇത് ചർച്ച ചെയ്യാണ്. നമ്മളിന്ന് ഉച്ചയ്ക്കാണത് കണ്ടത്. ഒരു 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ഇരുന്നിട്ട് അവരുടെ ഒരു പരിപാടിയാണ്, ടോക്ക് ഷോ ആണ്. അവർ ഏതെങ്കിലും വിഷയത്തിൽ അവരിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിന് നേരെയുള്ളൊരു ആക്രമണം നടന്ന പോലെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ വിഷയം നടന്നിരിക്കുന്നത്. എന്തിനാണ് ഇത് എടുത്ത് ഉയർത്തുന്നത്? ആ മനുഷ്യന് കുഴി കുത്തി കഞ്ഞു കുടിക്കാൻ തോന്നിയെങ്കിൽ അതിലെന്താണ് തെറ്റ്? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് കൃഷ്ണകുമാറിനെ ന്യായീകരിക്കുക, ഇയാളെ ന്യായീകരിക്കാൻ കൃഷ്ണകുമാർ എൻ്റെ അളിയനല്ല, എൻ്റെ അച്ഛനല്ല, നമ്മുടെ ആരുമല്ല, നേരിട്ട് നമ്മുടെ ഒരു ഭക്തൻ പോലുമാണോ നമുക്കറിയില്ല. എന്തായാലും ശിഷ്യനല്ല. ഭക്തനാകണമെങ്കിൽ നേരിട്ട് കാണണമെന്നില്ല, അതുകൊണ്ടാണ് ഭക്തനാണോ അറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഭാരതീയ ജനതാ പാർട്ടിയും നമ്മളും തമ്മിൽ മെമ്പർഷിപ്പ് ബന്ധങ്ങളൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെയുള്ള ബന്ധമുള്ള അവരുടേതായിരിക്കുന്ന നമുക്ക് പറ്റാത്തതൊക്കെ നമ്മൾ തുറന്നു പറയാറുണ്ട്. 2 ദിവസം നടന്ന ഓൺലൈൻ മാധ്യമത്തിലുണ്ടായിരുന്ന ചർച്ച, എൻ്റെ അവതാരകൻ പോലും സത്യം പറഞ്ഞ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയൊരു താല്പര്യമുള്ള ആളാണ്.
എന്നിട്ട് പോലും അവിടെയും നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു, അത്തരം അവരുടെ ചില നീക്കങ്ങളോട് നമുക്ക് യോജിക്കാനാവില്ല എന്ന് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പോൾ തുറന്നു പറയുന്ന ആളാണെന്ന്. പക്ഷെ ഇവിടെ കൃഷ്ണകുമാറിനെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കാനുള്ള കാരണം അവിടെയാണ് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കുക. കൃഷ്ണകുമാർ പറഞ്ഞ വാക്ക് നമ്മൾ എല്ലാവരും കേട്ട വാക്ക്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടി ചില ആളുകൾ വരും. ആ ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു 10-11 മണിയാവുമ്പോൾ ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണത്തിൻ്റെ സമയത്ത് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് പഴങ്കഞ്ഞി മതി, അതാണ് അവർക്ക് ഇഷ്ടം. അത് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പം അതിനു വേണ്ടി കുറച്ച് കഞ്ഞിയൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ഈ ഒരു ആഴത്തിൽ ഒരു കുഴി എടുത്ത് അവിടെ വട്ടിലെയോ വാഴയിലെയോ എന്തെങ്കിലും ഇല വെച്ച് അല്ലെങ്കിൽ ചേമ്പിലെയോ ഒക്കെ വെച്ച് അതിലാ കഞ്ഞി പകർന്ന് അതിലാ മുളകൊക്കെ ഒന്ന് ഞെരടി പിടിപ്പിച്ച് അതിന് ശേഷം കൈകൊണ്ടല്ല ഒരു പ്ലാവില മടക്കി അത് ഇറുക്കൽ കുത്തി, പ്ലാവില തന്നെയാണ് പറയുക, കയ്യിൽ നിന്നൊക്കെ പിന്നീട് വാക്കാം, പ്ലാവില കുത്തി അതുകൊണ്ടാണ് ഇത് കോരിക്കഴിക്കുക. അപ്പം അവർ ആ വിയർത്തൊലിച്ചിരിക്കുകയാണെങ്കിൽ ആ കഞ്ഞി കുടിക്കുന്ന നേരത്ത് അത് കാണുന്ന ആ കൃഷ്ണകുമാറിൻ്റെ ആ ബാല്യകാലത്തെ ബാലന് വീട്ടിലെ എല്ലാ ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അത് കഴിക്കാനൊരു താല്പര്യമാണ്, അതിലൊരാഗ്രഹം ജനിച്ചിരുന്നു എന്ന് പറയുന്ന വരെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബാക്കി കഷ്ണം എന്താന്ന് നമ്മൾ ഇത് കണ്ടോണ്ട് ഇത് പറയട്ടെ. അത് എന്നിട്ട് അപ്പം അത് കണ്ട് ആഗ്രഹം തോന്നും. ആ ആഗ്രഹം തീർക്കാൻ വേണ്ടി അപ്പം തന്നെ വീട്ടിലിരുന്നിട്ട് ആ പഴങ്കഞ്ഞി ഞാനും കുടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇത് മനസ്സിലാക്കുന്നത്? ഈ പഴങ്കഞ്ഞി എന്ന് കേൾക്കുമ്പോഴത്തേനിത് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗക്കാരൻ്റെയും പിന്നോക്കക്കാരൻ്റെയും തലക്കിട്ടുകൊണ്ട് അവിടെ ഒരു സവർണാവർണ ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംഘപരിവാർ ഓപ്പോസിറ്റ് രാഷ്ട്രീയത്തെ കൊണ്ടുവരുമ്പോൾ രാജ്യം പോകുന്നത് എങ്ങോട്ടാണ്? വിദ്യാസമ്പന്നരാണെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എവിടേക്കാണ് പെട്ടിയും പ്രമാണം എടുത്ത് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് സ്വയം വിചാരം ചെയ്യുക. നിങ്ങളൊക്കെ എന്താണ് ഈ രാഷ്ട്രം കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് ഇവിടുത്തെ സ്വാതന്ത്ര്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തും. ഇവിടെ വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ. ഈ പഴങ്കഞ്ഞിയൊന്നും അല്ലാതെ ഈ പറഞ്ഞ ജനതയോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ജനതയുടെ ഭൂമി പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കൂ, ഭൂമിയില്ലാത്ത വിഷയങ്ങൾ. അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ സംവരണം ഉണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം സംവരണം ഉണ്ടെന്നും എത്രത്തോളം പ്രാബല്യത്തിലായിട്ടുണ്ടെന്നും എത്രത്തോളം ഉന്നത പദവികളിൽ ജഡ്ജി ആയിരിക്കാം, ചീഫ് സെക്രട്ടറിമാരായിരിക്കാം, അവിടേക്ക് ഈ ജനത എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ സംസാരിക്കൂ. ഈ ജനതയെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ എത്ര കണ്ട് നീതി നിഷേധങ്ങൾ. കേരളത്തിലെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഇവിടെ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന എത്ര അട്രോസിറ്റി പരാതികളിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അട്രോസിറ്റി കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂ. എത്ര കേസുകൾ നമ്മുടെ ജനതയുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊന്നും ഒന്നന്ന് അന്വേഷിക്കൂ, ചർച്ച ചെയ്യൂ. ഈ പഴങ്കഞ്ഞി അല്ലല്ലോ വിഷയം, നിങ്ങളത് ചർച്ച ചെയ്യൂ. നമ്മുടെ ജനതയ്ക്ക് എവിടെയാണ് നീതി? അത് ബി ജെ പിക്കാരൻ ഭരിക്കണോ കേരളത്തിൽ ഈ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്? അപ്പം നിങ്ങളുടെ താല്പര്യം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ജനതയ്ക്ക് ഇന്ന് അവർ ജീവിക്കുന്ന ചുറ്റുപാട് എത്ര കഷ്ടകരമാണെന്നറിയും. ഇത് പറയുമ്പോൾ ചില ആളുകൾ ബ്രാഹ്മണരുടെ കാര്യമൊക്കെ പറയും. മനുഷ്യന്മാരെ മനുഷ്യരായി കാണുന്ന വ്യക്തിയാണ് നമ്മൾ. പരമ്പരാഗതമായിട്ട് അവശത അനുഭവിക്കുന്ന കാര്യം പറയുമ്പോൾ, തോരൻ്റെ കാര്യം പറയുമ്പോൾ അവിയിൽ കൊടുന്ന് വിളമ്പരുതായി ആരും പറയരുത്. ദാരിദ്ര്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ വിശപ്പുള്ളവരെല്ലാം ദരിദ്രർ തന്നെയാണ്, അവരെല്ലാം വിശക്കുന്നവരാണ്. എന്നാൽ കാലാകാലം വിശക്കുന്നവന്റെ കാര്യം പറയുന്ന നേരത്ത് ഇന്നലെ 2 ദിവസം വിശന്നവന്റെ കാര്യം പറയുന്നത് 2 ദിവസം വിശപ്പ് തന്നെയല്ലേ ആണ്. നൂറ്റാണ്ടുകളായി വിശന്നിരിക്കുന്നവന്റെ കാര്യം പറയുന്ന നേരത്ത് ഇതെടുത്തിടരുത്. നിങ്ങൾ ലോട്ടറി കച്ചവടം നടത്തിയ കാര്യം അല്ലെങ്കിൽ പൂജാരിക്ക് വിശപ്പുണ്ടായ കാര്യം പറയരുത്. പൂജാരിക്ക് പാടത്ത് പണിക്കിറങ്ങാം, റോഡ് പണിക്കിറങ്ങാം, ബംഗാളികളുടെ പണിയെടുക്കുന്നുണ്ട്, അതൊക്കെ വിഷയമാണ്. അവർക്കെല്ലാം പണിയെടുക്കുക, അവർക്ക് ഈ പൂജാപ്പണി മാത്രമേ പറ്റൂ എന്നൊന്നുമില്ല. പൂജാപ്പണി എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഹ്മണൻ എന്ന് തോന്നുന്ന അതേ സൂക്കേടാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്ന നേരത്തെ കൊലയനിയും പറയനിയും വേട്ടുവനിയും ആദിവാസിയും പിന്നോക്കക്കാരനും ചിന്തിക്കാനുള്ള കാരണം. പൂജാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ബ്രാഹ്മണനെ പറഞ്ഞ പോലെ തോന്നും. ഇതുപോലെയാണ് പഴങ്കഞ്ഞി കേട്ട നേരെ ഇവൻ്റെ നേർക്ക് തിരിയുന്നത്. എന്താ ഇത് എങ്ങനെ ഉണ്ടായി? ഈ മൈൻഡ് സെറ്റ് എവിടെ നിന്നാണ് നമുക്ക് വരുന്നത്? ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് എവിടെ നിന്നാണ് വരുന്നത്? അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് നമ്മൾ ഓരോരുത്തരും തിരുത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറയും ഇതേ ബുദ്ധിയോട് കൂടിയിട്ടാകും. ആരുടെ ആവശ്യമാണിത്? ആർക്കാണ് ഇതിൻ്റെ ആവശ്യം? അത് സ്വയം ഒന്ന് ചിന്തിക്കാം.
അത് വിചാരം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ നാടിനാണ് ആപത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പറയും. ഈ പഴങ്കഞ്ഞി കുമ്പളി കുത്തി കുടിക്കുന്നതാണല്ലോ വലിയ ഭീകര സംഭവമായിട്ടെടുക്കും. നമ്മൾ ഇന്ന് കാലത്ത് നമുക്ക് തോന്നുകയാണ് ഒരു കുഴി കുത്തി കഞ്ഞി കുടിക്കണം. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളായാലും വീട്ടിലേക്ക് ക്ഷണിച്ചു, നമ്മൾ പറയുകയാണ് എനിക്ക് കുഴിയിൽ കഞ്ഞി മതി. നിങ്ങൾ എന്തിനാണ് പിന്നെ നമുക്ക് കുഴിയിൽ കഞ്ഞിരാൻ നിങ്ങൾ മടിക്കുന്ന എന്തിനാ? നമ്മളുടെ ആവശ്യമല്ലേ? വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഒരു കുഴി കുത്തി കഞ്ഞി തന്നെ എന്താ മടി? മടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളുടെ ആഗ്രഹമല്ലേ. നിങ്ങൾ ആ തരുന്ന കഞ്ഞിക്ക് ഒരു മര്യാദ ഉണ്ടായിരിക്കുക എന്നത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ നമ്മളെ നിർബന്ധിച്ച് കയ്യും കാലൊക്കെ പൂട്ടി നിങ്ങൾ അകത്ത് കൊണ്ടുപോയി ഇരുത്തേണ്ട ആവശ്യമില്ല. അടുത്തുണ്ടായൊരു സംഭവം പറയാം. നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചടങ്ങിന് ക്ഷണിച്ചിട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ. ആ ബർത്ത്ഡേക്ക് പോകുമ്പോൾ അവിടെ നമ്മളെ ക്ഷണിച്ചു, നമ്മൾ പോയി അകത്തിരുത്തി. അവർ നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചു. ആചാര്യങ്ങളെല്ലാം മര്യാദകളോട് സ്വീകരിച്ചു. ഇവർ ഈ പറയപ്പെടുന്ന സവർണ ഭാവമൊന്നുമില്ലാത്ത, ഇവർ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ സമൂഹം പറയപ്പെടുന്ന സവർണ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുടുംബമാണ്. ഇങ്ങനെയാണല്ലോ, സവർണ വർണ്ണ ഭാവമുണ്ടല്ലോ. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണമായ സമയത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്, നമ്മളെ വിളിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ നല്ല പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ബാബാജി ക്ഷമിക്കണം, അങ്ങേക്കുള്ള ചോറ് വേറെ വെക്കുകയാണ്, മറ്റത് എല്ലാവർക്കും കൂടിയായിട്ട് വെച്ച ചോറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വ്യക്തിയെ പരിചയപ്പെടുത്തിയ ആൾ അടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ല എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മൾക്ക് ഇപ്പോൾ ആര് വെച്ചാലും ആര് തൊട്ടാലും എന്താ കുഴപ്പമുള്ളത്? അപ്പോൾ അടുത്തിരുന്ന ആൾ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ ശരി, അദ്ദേഹത്തിൻ്റെ താല്പര്യമാകാം, നമുക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. നമ്മൾ ആരുടെ ഏത് ചോറും ഏത് പഴങ്കഞ്ഞിയും നമ്മൾ കഴിക്കുന്ന അവിടെ ഇരുന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഭക്ഷണമായപ്പോൾ ഈ പറയുന്ന ഗൃഹനാഥൻ നമ്മളെ വിളിക്കുകയാണ്, ബാബാജി അകത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ആളുകളൊക്കെ പുറത്താണ്, നമ്മൾ അകത്താണ്. അപ്പോഴും നമ്മൾ കൂടെയുള്ള ആളോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ ഈ മാറിയിരിക്കുന്നത്? അവരെ കൂട്ടത്തിലിരുന്ന് കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. നമുക്കതിനെ പ്രത്യേകിച്ച് സവിശേഷതയൊന്നുമില്ല, നമ്മളും പച്ച മനുഷ്യനാണ്. ഇത് അതാണ് നമ്മളുടെ ഇഷ്ടം. നമ്മൾ നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയാം, ഒരു തരത്തിലും നമ്മളെ ആ രീതിയിൽ കാണാൻ നമുക്ക് ഇഷ്ടമല്ല. ആ പറഞ്ഞല്ലാതെ അദ്ദേഹത്തിൻ്റെ താല്പര്യം. ചെന്നിരുന്ന് കഴിച്ചതിന് ശേഷം ചില ആളുകൾ ഈ ഗൃഹനാഥനോട് തന്നെ ചോദിച്ചു അത്രേ, എന്തേ അദ്ദേഹത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്താതിരുന്നേന്ന്. ആ ഒരു ചോദ്യം നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ? അവിടെ ഇരുന്ന് കഴിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. അദ്ദേഹം നമ്മളെ നിർബന്ധിച്ച് ആ ടേബിളിൽ ഇരുത്തി കഴിപ്പിച്ചത് അട്രോസിറ്റി ആക്കി പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ചിന്തിക്കും. അദ്ദേഹം നമ്മളെ ഒരു നന്മ കരുതിയിട്ട് തന്നെയാണ് അകത്തിരുത്തിയ. ഈ പുറത്തിരുത്തിന്ന് കരുതുക, അങ്ങനെ പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിന് വേണ്ടി വേറെ ചോറ് വെച്ച് നമുക്കായിട്ട് വേറെ മാറ്റി വെച്ച് തരികയാണ്. നമുക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ശുദ്ധാശുദ്ധ ഭേദമൊന്നും ഇല്ലതായി. മീൻചാറ് കഴിക്കുന്നിടത്ത് വിട്ട് മീൻചാറ് കഴിക്കുക, തൈര് സാദം കഴിക്കുക, തൈര് സാദം കഴിക്കുക. അവൻ എന്ത് കഴിക്കുന്നത്? 2 ദിവസം വളിച്ച ചോറാണെങ്കിലും അവൻ എന്താണോ ഇഷ്ടം, അവൻ എന്താണോ ഉള്ളത് അത് മതി നമുക്ക്. അല്ലാണ്ട് നമുക്കായിട്ട് അവൻ കടം വാങ്ങി ചോറ് വെക്കണം നമ്മൾ എവിടെയും പറയാറില്ല. നീ കഴിക്കുന്നത് മതി എനിക്ക്, അത് ഏതായാലും. അല്ലാണ്ട് നമ്മൾ സന്യാസി ചമയാനോ അല്ലെങ്കിൽ അത്തരം സാത്വികത ചമയാനോ നമ്മൾ നിൽക്കാറില്ല. അങ്ങനെ ആകുന്നവർക്കാവാം, അതിന് നമ്മൾ ആദരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ആകുന്നവർക്കാകാം, നമുക്ക് അങ്ങനത്തെ കണ്ടീഷനില്ല. ഇവിടെ ഇതുപോലെ തന്നെയാണ്. പാടത്ത് പണിക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തി ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ പാടത്തും പറമ്പിലും പണിയെടുത്ത പാരമ്പര്യത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ കലപ്പയും ഈ പറയുന്ന ചേറും ചെളിയും ഒക്കെ കണ്ട ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും. വൈറ്റ് കോളർ ജോലി എടുത്തിട്ടുള്ള പൊലയനാണെങ്കിലും ബ്രാഹ്മണനായാലും മൊല്ലാക്കയാണെങ്കിലും കുർബാനക്കാരനാണെങ്കിലും മനസ്സിലാവണമെന്നില്ല. അവർ കാണുന്നില്ല. അവർ തീൻമേശയിലെ സുഭിക്ഷമായ ഭക്ഷണം മാത്രമാണ് കാണുന്നത്. അവർക്കറിയില്ല. അല്ലാത്തവർക്കറിയാം, ഏത് ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കില്ല. എന്താണ്? ആ സിറ്റ് ഔട്ടിൻ്റെ ഓരത്തിൽ നമ്മൾ കഴിക്കും, ഇല്ലേ? ഇത് പറഞ്ഞ പോലെ പഴയ ആളുകൾ ആരെങ്കിലും, അതും ഈ കൃഷ്ണകുമാർ പറയുന്ന സമയത്ത് ഈ കുഴികുത്തി കഞ്ഞൂടി എന്ന് പറഞ്ഞൊരു ആചരണമുള്ള സമയമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് വലിയ പ്രായമൊന്നും. അപ്പോൾ ആചരണമില്ല, സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. സൗകര്യം പരിഗണിച്ച് ചെയ്യലുണ്ട്. നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കേസ് കൊടുക്കും, ആരാണെങ്കിലും കേസ് കൊടുക്കും. ഇപ്പോൾ അടുത്തുണ്ടായി, നമ്മൾ ഇപ്പോൾ ഈ താമസിക്കുന്ന ചുറ്റുവട്ടത്തിൽ തൊഴിലുറപ്പുകാർ പണിക്ക് പോയ സമയത്ത് ചില വീടുകളിൽ ചില ആളുകളോട് പണിക്ക് വരണ്ട എന്ന് പറയും. എന്താ കാര്യം? അത് ജാതി പ്രാക്ടീസാണ്. ജാതി പ്രാക്ടീസ് അല്ല, ജാതി ഉച്ചനീച പ്രാക്ടീസാണ്, എതിർക്കപ്പെടേണ്ടതാണ്. എന്താ അങ്ങനെ? തൊഴിലുറപ്പുകാർ ചിലർക്ക് മാത്രം, ചിലർ മാത്രം അതിൻ്റെ മേൽനോട്ടക്കാർ, ചിലർ എപ്പോഴും കൊത്താനും കളയ്ക്കാനും, അത് ശരിയല്ല. ഇതിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എതിർക്കപ്പെടും. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ പണിക്ക് പോയ ഒരാൾ
ഉച്ചയ്ക്ക് കഞ്ഞി കഴിക്കാനായപ്പോൾ, 11 മണിക്ക് കഞ്ഞി കഴിക്കാനായപ്പോൾ പഴങ്കഞ്ഞി ഇഷ്ടപ്പെട്ട ഒരാൾ പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അയാൾ എന്നൊരു കുഴി എടുത്തു, ഇല വെച്ചു, അതിന് വിളമ്പി കൊടുത്തു. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നായരാണെന്നോ നമ്പൂരിയാണെന്നോ ചിലപ്പോൾ കൃഷ്ണകുമാരൻ്റെ റിലേഷനിൽപ്പെട്ട ആളായിരിക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം. അവിടെ ഒരു വാക്ക് വന്നിട്ടില്ല, കുഴി കുത്തി കഞ്ഞി കുടിച്ചു. അപ്പൊ ഈ കുഴി കുത്താനുള്ള കാരണം എന്താണ്? ഈ കഞ്ഞിയുടെ പ്രത്യേകത എന്താ? ലിക്വിഡ് ഫോമാണ്, ഇല്ലേ? ഒരു മിശ്ര ഭക്ഷണം, ചില ലിക്വിഡ് മാത്രമല്ല, എന്നാലും ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കഞ്ഞി. കഞ്ഞിയൊക്കെ ഉണ്ടായിട്ട് കാലം കുറയായി. ആ കഞ്ഞി കുടിക്കാനുള്ള പാത്രങ്ങൾ ഇന്നത്തെ പാത്രം ഉണ്ടായിട്ട് അധികം കാലം ആയിട്ടില്ല. ഇനി ഉണ്ടായിച്ച തന്നെ നമ്മുടെയൊക്കെ കയ്യിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും പല വീടുകളിലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള അത്രയും നല്ല പാത്രങ്ങളൊന്നും പല വീട്ടിലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ അലുമിനിയത്തിൻ്റെ പിഞ്ഞാണങ്ങൾ ഉണ്ടാവും, പ്ലേറ്റ്, ഇല്ലേ? ലക്ഷറി പാത്രമൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പം എന്താ പറയുക, മണ്ണിൻ്റെ പാത്രത്തിന് പോലും വില കൂടുതലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കഞ്ഞി പാകം ചെയ്ത് കഴിഞ്ഞാൽ വയലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പറമ്പിലേക്ക് പോകുമ്പോൾ, വാഴകൃഷിയോ നെല്ലോ അരിയോ എന്തോ പോകുന്ന, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരായാലും ശരി, ഇവിടേക്ക് പോകുന്ന സമയത്ത് കഞ്ഞി നമുക്ക് പാത്രങ്ങൾ കുറേ കൊണ്ടുവരാൻ നടക്കില്ല. കാരണം ഒരാൾ മാത്രമല്ല വീട്ടിൽ നിന്ന് പണിക്ക് വരുന്നുണ്ടാവുക, ഒരുപാട് ആൾക്കാരുണ്ടാവും. അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, ഏട്ടുണ്ടാവും, അനിയ ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എൻ്റെ ജാതിക്കാരൊന്നുമില്ല, എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. കൃഷി എല്ലാവരും ചെയ്തിരുന്നത് തന്നെയാണ്. ചില ആളുകളെ അടിമയാക്കി വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും പണിയൊക്കെ എല്ലാവരും എടുത്തിരുന്നു. ഈ അടിമയുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ അത്തരം സംഭവങ്ങൾ ഇല്ലാത്തൊരു ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. എന്താണ് നമ്മൾ വിചാരം ധരിച്ചപ്പോൾ ഇവിടെ ഭൂമിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യന്മാരുണ്ടായപ്പോൾ തൊട്ട് അടിമകളും കുറേ ഉടമകളും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കണം. എന്താണ് അത്? ചിലരുടെ ആവശ്യമാണ്, ചിലരുടെ ആവശ്യമാണ്. ആ സമ്പ്രദായത്തിൻ്റെ മേന്മ കൊണ്ട് എന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ സമ്പ്രദായത്തിൻ്റെ പേരിൽ പരസ്പരം തല്ലുമ്പ് തല്ലിക്കണം എന്ന് ഇരുന്നവരും ഒക്കെ താല്പര്യം ഇത് തന്നെയാണ്. എന്താണ്? ഈ ചരിത്രം മാത്രം, ഇതിന് പിന്നിലേക്ക് പോകരുത്. അവിടെ ഈ കഞ്ഞി കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും കൂടി വിളമ്പാൻ വേണ്ടിയിട്ട് പാത്രത്തിന് പകരം ഇലയാവുമ്പോൾ അവിടെ തേക്കിൻ്റെ ഇലയായിരിക്കാം, അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇലയായിരിക്കാം, താളിൻ്റെ ഇലയായിരിക്കാം, നേരത്തെ പറഞ്ഞ വട്ടലയായിരിക്കാം. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ വെട്ടിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഈ സൗകര്യമുള്ള ഓർത്തൊരു കുഴിയാണ് കുത്തിയിട്ട് അവിടെ ആ എലിയും വെച്ച് കഴിക്കാനുള്ള സൗകര്യമായിരുന്നു ഒരു കാലഘട്ടം. പിന്നീട് പാത്രം വന്നപ്പോൾ പ്ലേറ്റ് കൊണ്ടുപോയി പാടത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ആളുകൾ തുടർന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതിനുശേഷം നമ്മൾ വെള്ളം പൂശുന്ന പോലെ തോന്നണ്ട. അതിനുശേഷം ചില ആളുകൾ പാത്രത്തിൽ കഴിക്കാനും ചില ആളുകൾ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ താനത് കഴിക്കാൻ പാടില്ല, നീ ഇന്നാളുടെ മകനല്ലേ, നീ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി എന്നൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ടായി. അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് എതിർക്കാനുള്ള ദൃഢബോധമുള്ള, തപസ്സുള്ള, സംസ്കാര സമ്പന്നരായിരിക്കുന്ന ഒരു പറ്റം ആളുകൾ, അത് ഈ പട്ടികജാതിക്കാരും പട്ടികവർക്കാരും മാത്രമൊന്നുമല്ല, മാനുഷിക മൂല്യങ്ങളുടെ എല്ലാവരും അതിനിറങ്ങിത്തിരിക്കുകയും അങ്ങനെ ഒന്നായ സമരങ്ങളുടെയും സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാണ്ടായി. അവർക്കും വേണമെങ്കിൽ പാത്രത്തിൽ കഴിക്കാം. പാത്രത്തിൽ എല്ലാവർക്കും പാത്രം കൊടുക്കുമ്പോൾ അവർക്കും പാത്രത്തിൽ തന്നെ കൊടുക്കണം. അവർക്ക് കുഴി കുത്താൻ പറയാൻ പാടില്ല. നീ കുഴി കുത്തുകയാണെങ്കിൽ എല്ലാവരും താല്പര്യം സ്വയം കുഴി കുത്തി കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ, അവരുടെ വ്യക്തി താല്പര്യം. മാറ്റി നിർത്തൽ പാടില്ല. ഈ വിഷയം ഇത്ര തന്നെയുള്ളൂ കേട്ടോ. നമ്മുടെ മാറുമറയ്ക്കലും ഇങ്ങനെ പറഞ്ഞു നടക്കും. മാറുമറയ്ക്കലും വിഷയം എന്താ? ഈ മാറുമറയ്ക്കാത്ത സമയത്ത് ഈ പറയപ്പെടുന്ന ബ്രാഹ്മണർ പോലും മാറുമറച്ചിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് ചിന്തയില്ല. നമ്മളെ തലയിൽ കെട്ടുണ്ട്, നിങ്ങളെ തലയിൽ എല്ലാവരും തലയിൽ കെട്ടുണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ നിങ്ങളായാലും തലയിൽ കെട്ടാൻ ആഗ്രഹിക്കുന്നൊരു സമയത്ത് നമ്മൾ പറയണം അതൊന്നും പറ്റില്ല. ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർക്ക് മാത്രം പറഞ്ഞ കാര്യമാണ് തലയിൽ കെട്ട്. നിങ്ങളൊന്നും തലയെ കെട്ടാൻ പാടില്ല. അതുകൊണ്ട് അയ്യാവൈകുണ്ഠ സ്വാമികൾ തലയെ കെട്ടുന്ന വിഷയം അതാണ്. തലയെ കെട്ട് ചില ആളുകൾക്കേ പറ്റുള്ളൂ എന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു, ഇവിടെ നിയമം ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്താണ് അയ്യാവൈകുണ്ഠൻ തലയെ കെട്ടിയിട്ട് പുറത്തിറങ്ങുന്നത്. അത് പറഞ്ഞ പോലെ നമ്മൾ പറയാം നിങ്ങൾ തലയെ കെട്ടാൻ പാടില്ല, അത് നിഷേധമാണ്. നിങ്ങൾക്ക് കെട്ടണമെങ്കിൽ കെട്ടാം. ഇത് പറഞ്ഞാലേ മാറുമറയ്ക്കാത്തവരായിരുന്നു എല്ലാവരെയും കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അത് തലയെ കെട്ടാത്തവർക്ക് പിന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുറേ ആൾക്കാർ തലയെ കെട്ടുമ്പോൾ നമ്മൾ കെട്ടാൻ ആഗ്രഹിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്ങനെ? അത് പറഞ്ഞ പോലെ
മറയ്ക്കാതിരുന്ന സമൂഹത്തിൽ ചിലർ എന്ത് ചെയ്തു? മേത്ത് കൂടെ ഷോളൊക്കെ ഇടാൻ തുടങ്ങി, ചെറിയ ചെറിയ വസ്ത്രമൊക്കെ വെക്കാൻ തുടങ്ങി, റൗക്ക് ധരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് ധരിക്കാൻ ആഗ്രഹം വന്നു. അപ്പം ചില ആളുകൾ പറഞ്ഞു, എന്താണ്, ഞങ്ങൾ ധരിക്കാം, നിങ്ങൾ ധരിക്കാൻ പാടില്ല, നിങ്ങൾ ഇതിങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കണം. അതാണ് നീതി നിഷേധം. ഇവന് പറ്റെങ്കിൽ അവനും പറ്റും, അവനും മനുഷ്യനാണ്. വാടത്ത് കൊണ്ടിരിക്കുന്നവനായിരിക്കാം, ചിലപ്പോൾ തെങ്ങ് കയറുന്നവനായിരിക്കാം, ചിലപ്പോൾ അവൻ്റേതായ ആരാധന ചെയ്യുന്നവനായിരിക്കാം, പൂജാരിയൊക്കെ ആയിരിക്കാം. പക്ഷേ ആ സാമൂഹികമായിട്ട് ഞങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റില്ല. സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണ്ട. ഇനി ചെയ്യുകയാണെങ്കിലോ, ചെയ്യുകയാണെങ്കിലോ അവിടെ വിഷയമുണ്ട്. ചെയ്യുകയാണെങ്കിലോ പുതിയത് എടുക്കാൻ പാടില്ല, പുതിയത് എടുക്കണമെങ്കിലോ കുറച്ച് ചെളിയാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത്തരത്തിലുള്ള അനീതി ഇവിടെ ഉണ്ടായിരുന്നു, എതിർക്കപ്പെടേണ്ട അനീതി ഇവിടെ ഉണ്ടായിരുന്നു. അത് അനീതിയാണ്, അത് അനീതിയാണ്. നിങ്ങളെല്ലാവരും, നമ്മെ ശ്രമിക്കുന്ന എല്ലാവരും പറയും തീർച്ചയായിട്ടും അത് അനീതിയാണെന്ന് തന്നെയാണ്. നിങ്ങൾ 100% ആളുകളും പറയുക അനീതിയാണ് എന്ന് തന്നെ പറയും. അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും 2021 നമ്മൾ പൂർവാചാര സംരക്ഷണത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നമ്മൾ അല്പവസ്ത്രം ധരിച്ചിരിക്കുന്നു. നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിൽ, മറയ്ക്കണം എന്ന് പറയുന്ന ഭാഗം മറച്ചിട്ടുണ്ട്, അല്ലാണ്ടൊന്നുമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും അങ്ങനെ വരണം നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. നമ്മൾ പോയി, നമ്മൾ ചെയ്തു. അത് നമ്മുടെ താല്പര്യമായിരുന്നു, ആരും നമ്മൾ നിർബന്ധിച്ചതല്ല. വസ്ത്രം എടുക്കാൻ ഇവിടെ ആരെങ്കിലും നമ്മൾ തടസ്സപ്പെടുത്തിയോ? ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുകയാണ് കൊടുങ്ങല്ലൂരിലേക്ക് അല്പവസ്ത്രം ധരിച്ചു പോയി, നിങ്ങൾ എന്തിനാണ് ഈ മുഴുവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? തലയെ കെട്ട് വരെ നിങ്ങൾ പല എന്തിനാണ് മൂടിയിരിക്കുന്നത്? നിങ്ങൾക്ക് തുണി എടുക്കാതിരുന്നൂടെ? നിങ്ങൾ ഇരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് നടക്കില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റം. എന്നാൽ തുണി ഇല്ലാതെ നടക്കാറല്ലോ, നമ്മുടെ ഇവിടെ നടക്കില്ല. എന്താ കാര്യം? ഇവിടെ അതെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താ, ജൈനന്മാർ, ഈ ദിഗംബരന്മാരൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഇല്ല. അതാണ്, അല്ലാണ്ടൊന്നുമല്ല. ചെയ്യണോ ചെയ്യണ്ട എന്നുള്ള കാര്യം നമ്മുടെ വിഷയമല്ല, അത് അവരുടെ താല്പര്യം. അപ്പം ഈ നിർബന്ധിക്കലുകളാണ് ഇവിടുത്തെ വിഷയം. അത് കുഴി കുത്തി കഞ്ഞി കുടിക്കുന്നതല്ല പ്രശ്നം, കഞ്ഞി കുടിപ്പിക്കുന്നതാണ് അതിലെ തെറ്റെന്ന് ഈ വിദ്യാസമ്പന്നരാണെന്ന് പറയപ്പെടുന്ന, ഇതിനെക്കുറിച്ച് വട്ടമേശ സമ്മേളനം നടത്തുന്ന, ഇത് വാർത്തയാക്കിക്കൊണ്ട് ഇവിടെ സവർണാവർണ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന, മാനവ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന, അതിൻ്റെ ഉള്ളിലൂടെ രാഷ്ട്രീയം കടത്താൻ ശ്രമിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കണം. ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് ഈ സമൂഹത്തോട് വെക്കാൻ. കുടിപ്പിക്കുന്നതാണ് തെറ്റ്, കുടിക്കുന്നതല്ല. നമുക്ക് പഴങ്കഞ്ഞിയാണ് പ്രിയമെങ്കിൽ നമ്മളത് കഴിക്കും. അത് കഴിച്ചവർക്ക് അതിൻ്റെ രുചി അറിയൂ. എന്നാൽ നമുക്ക് പഴങ്കഞ്ഞി കഴിപ്പിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. താജ് ഹോട്ടലിൽ നമ്മളെ നിർബന്ധിച്ച് കയ്യും കാലും കെട്ടിയിട്ട് അവിടുത്തെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. 5 സ്റ്റാർ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നീ കത്തിയും മുള്ളൊക്കെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും കഴിയില്ല. ചൈനക്കാർ കഴിക്കുന്നതിൽ വടി കുത്തി കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റില്ല. നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാലോ തെറ്റാണ്, നമുക്ക് ഇഷ്ടപ്പെടില്ലാന്ന്. ഈ മോഡേൺ ഫുഡുകളൊന്നും നമുക്കതിൻ്റെ ടേസ്റ്റ് പറ്റില്ല. ഈ ശരിക്ക് നാടൻ ഭക്ഷണം കഴിച്ചവർക്ക് മറ്റുള്ള ഭക്ഷണം ഇഷ്ടപ്പെടാൻ 99% പറ്റില്ല. കഴിക്കേണ്ടതല്ല, ഇഷ്ടപ്പെട്ടോളം നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. സാധ്യമായവരെല്ലാവർക്കും സാധ്യമാവില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞ അങ്ങനത്തെ സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുകയുമില്ല. കാരണം എന്താണ്, അത്തരം ദാരിദ്ര്യങ്ങളെക്കുറിച്ച് പറയാൻ ആർക്കും താല്പര്യമില്ല. ഇത് ഈ പഴങ്കഞ്ഞിയെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്ന ഏതെങ്കിലും മാധ്യമത്തിൽ, ദൃശ്യമാധ്യമത്തിൽ ഇത്തരം ആളുകളുടെ കഥയുണ്ടോ ചിന്തിക്കുക. ഇപ്പം അടുത്ത് ഏതൊരു സീരിയൽ നടി പറഞ്ഞ പോലെയല്ല നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഒരു സർക്കാർ സംവിധാനത്തിന് താല്പര്യമെന്നല്ല പറയുന്നത്. ആർക്കും കാണാനും അറിയാനും താല്പര്യം. എന്താണ്, ഇവിടെ ദുഃഖിക്കുന്നവൻ്റെ കണ്ണീര് കാണാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാനും ചർച്ച ചെയ്യാനും ആർക്കും താല്പര്യമില്ല. ഉണ്ടെങ്കിലോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും മുതലെടുപ്പുണ്ടെങ്കിൽ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള സിനിമകളും സീരിയലും ദുർലഭമായിരിക്കും. അതുണ്ടെങ്കിൽ തന്നെ കാണാനും ആളുണ്ടായിരിക്കില്ല. എല്ലാവർക്കും അടിയും കുത്തും 2 ഐറ്റം ഡാൻസൊക്കെ ഉള്ള പരിപാടികൾ മാത്രമേ കാണാൻ താല്പര്യമുള്ളൂ. വലിയ വലിയ കോട്ടകുത്തളങ്ങളിലെ കഥകൾ കേൾക്കാനേ താല്പര്യമുള്ളൂ. കറുത്തവൻ്റെ കഥ പറയുകയാണെങ്കിൽ വെളുത്തവനെ കറുപ്പിച്ച് കേൾക്കാനേ കാണാനേ താല്പര്യമുണ്ട്. എന്നിട്ട് അവിടെയാണ് നിങ്ങളെ കുറിച്ചിട്ടാണ് ഈ മാധ്യമങ്ങളൊക്കെ ആവിലതപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇന്നൊരു പഴങ്കഞ്ഞിയെങ്കിലും ഉണ്ടായി, നാളെ ഇതും പറയാൻ ആളുകൾ മടിക്കും. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ആരെങ്ങനെ സംസാരിക്കും? കാരണം പറഞ്ഞ അട്രോസിറ്റി ആക്കി വരും. പഴങ്കഞ്ഞിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു, അത് കുടിക്കുന്നത് ഇനിയുള്ളതാണ്. ഇപ്പം നമ്മുടെ ആശ്രമത്തിൽ ഈ കുഴികുത്തി കഞ്ഞിയുടെ ഒരു ആചരണമാണ്. ചില ആളുകൾ സ്വതവേ ചോദിക്കാറുണ്ട്, ഈ ചണ്ടാള ബാബ, ചണ്ടാളൻ എന്ന പേരെന്തിനാണ് നിങ്ങൾ കൊണ്ടു കിടക്കുന്നത്?
ഈ ചണ്ടാളൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്ന അതേപോലെ തന്നെയാണ് ഈ വടംകഞ്ഞി പ്രശ്നങ്ങളും. പുലയൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പറയും ഒരു ജാതി പറയുന്നില്ല എന്ന് പറയും. എന്തിനാ പുലയൻ എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുന്നത്? എന്തിനാ പുലയൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ, അവൻ പറയുന്നത് നിങ്ങൾ, പുലയന്മാരോ പറയന്മാരോ വേട്ടുവന്മാരൊക്കെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഈ ഒരു അപകർഷത നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി? നിങ്ങളുടെ വംശനാമമല്ലേ? മഹാനായ ചെഗുവേരയുടെ വംശനാമമാണ് ചെ എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പറയുമ്പോൾ അദ്ദേഹം ഒളിവ വിപ്ലവകാരി കമ്മ്യൂണിസമാണെന്നൊക്കെ പറയപ്പെടും. അദ്ദേഹം കമ്മ്യൂണിസമാണെന്ന് നമുക്ക് അറിയില്ല, എന്നാലും പറയപ്പെടും. നല്ലൊരു വിപ്ലവകാരിയാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ ഒപ്പം പോലും ചേ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചെറുമനോ ഒലയനോ വേട്ടുവനോ വള്ളുവനോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? അത് വിളിക്കുമ്പോൾ ഒരു കാലത്ത് നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന പോലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹിസ്റ്ററി ഉണ്ട്, അത് വളരെ വ്യക്തമായ ഹിസ്റ്ററിയാണ്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങളുടെ വംശനാമം അത് തന്നെയാണ് എന്ന് 2 വട്ടം പറഞ്ഞു നോക്കൂ. നിങ്ങളെ ആരെങ്കിലും തല്ലാൻ വരുമ്പോൾ കൊള്ളുന്നിടത്തോളം കാലം അവർ നിങ്ങളെ തല്ലാതെ തന്നെ ഭയപ്പെടുത്തുന്നതാണ്. ഒന്ന് തന്നാ കാണാന്ന് പറയുന്നതാണ് നമുക്ക് പേടിയാണ്. ഇത് പറഞ്ഞാൽ പുലയൻ എന്ന് വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒളിപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ പുലയൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പുലയൻ തന്നെയാണ്, പുലയൻ്റെ സന്തതിയാണ് എന്ന് പറയാൻ നാം തയ്യാറാകുന്നതോടുകൂടി ആ വിഷയം തീരും. എന്നാലോ നമുക്ക് എന്നും ഈ പുലയനെന്നോ പറയനെന്നോ കേൾക്കുമ്പോൾ അപകർഷതയുണ്ടാകണമെന്ന് ആരൊക്കെയോ കരുതിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം പറഞ്ഞാൽ അവരെടുത്ത് ചാടുന്നതാണ്. ആ പുലയെന്ന് വിളിച്ചുട്ടോ, ആ പുലയെന്ന് വിളിച്ചു കേസ് കൊടുക്ക്, പറയെന്ന് വിളിച്ച് കേസ് കൊടുക്ക്. എന്തുകൊണ്ടാ ഈ പുലയനും പറയനും ഒക്കെ ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചരിത്രം പഠിക്കും. നിങ്ങൾ ആരാണ് നിങ്ങൾ പഠിക്കും. നിങ്ങൾ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയരാ, ഞങ്ങൾ പുലയരാ, ഞങ്ങളെക്കുറിച്ച് സംഘകാല കൃതികളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഈ നാടിൻ്റെ അവകാശികളാണ്. BC 306 ഈ നാട് സഞ്ചരിച്ച സഞ്ചാരി മെഗസ്തീസ് വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ഈ നാടിൻ്റെ, പ്രത്യേകിച്ച് ചേരനാട് എന്ന് പറയുന്ന ഇന്നത്തെ കേരളത്തിൻ്റെ അവകാശികൾ ഇന്നത്തെ ഷെഡ്യൂൾ കാസ്റ്റിൽ, ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട ആളുകളാണ് എന്നും. ഇത്തരം ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിങ്ങളുടെ ഭരണപരമായിരിക്കുന്ന നിയമസഭാപരമായിരിക്കുന്ന പാർലമെന്റ് പരമായിരിക്കുന്ന അധികാരത്തിന് വേണ്ടി നിങ്ങൾ പുറത്തേക്ക് വരുമെന്ന ദൃഢബോധ്യം ഈ വിഷയത്തെ എടുത്തുയർത്തി അപകർഷത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുണ്ട് എന്ന് ഈ ജനത ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് പുലയൻ എന്നും പറയനെന്നും പറഞ്ഞാൽ കേസ് കൊടുക്കാനല്ല പോകേണ്ടത്. എൻ്റെ അച്ഛൻ്റെ പേര് കോരൻ എന്നാണെങ്കിൽ എൻ്റെ അച്ഛൻ കോരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് കോരനൊന്നല്ല എന്നല്ല പറയേണ്ടത്. എൻ്റെ അച്ഛൻ്റെ പേര് കോരൻ എന്ന് തന്നെയാണ്, കോരനാണ് എൻ്റെ അച്ഛൻ എന്ന് നമുക്ക് പറയാനാകണം. ആ കോരനിൽ എവിടെയാണ് കുറവ്? അല്ല, കോരൻ എന്നുള്ള പേരൊക്കെ മോശമാണ്, നമ്മൾ പഠിക്കുന്ന അങ്ങനെയാണ്. എന്താണ് കോരനൊക്കെ മോശമാണൊക്കെ പണ്ട് നമ്പൂരാക്കന്മാർ നമ്മൾ നിർബന്ധിച്ചിടിപ്പിച്ച പേരാണ്. ഇപ്പം നമ്മൾ ശിവൻ എന്ന് പേരിട്ടു, എന്താ മാറ്റം? അല്ലെങ്കിൽ അപ്പുറത്ത് ഇബ്രാഹിം എന്ന് പേരിടാലോ, നിങ്ങൾ ആരും ഇടാറില്ല, എന്നാലും ഇടാറോ? ജോസഫ് എന്ന് പേരിടാലോ. എന്നിട്ട് എന്താ മാറ്റം? നിങ്ങൾ പുലയത്വത്തിൽ നിന്ന് മാറിപ്പോയി, ഇല്ല. നിങ്ങൾക്ക് സ്വത്തുമില്ലാതായോ? ഉണ്ടായി. കോരനും നീലാണ്ടനൊക്കെ എവിടെയായിരുന്നു പ്രശ്നം? ആ ഒരു ചോദ്യമാണ് ചണ്ടാളൻ എന്ന പേര് നിങ്ങളോട് ചോദിക്കുന്നത്. ചണ്ടാളൻ എന്ന് നമ്മൾ സ്വയം ചേർക്കുമ്പോൾ നമ്മൾ ഈ സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം അതാണ്, നിങ്ങളുടെ സ്വത്തും എവിടെ പോയി? ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞ താഴ്ന്നവനെ പറഞ്ഞ പേരല്ലേ? അവനാണ് ഞാൻ താഴ്ന്നവനാണെന്ന് പറഞ്ഞത്. നമ്മൾ ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ താഴ്ന്നവനാണ്. നമ്മളുടെ മാതാപിതാക്കൾ താഴ്ന്നവരാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ പാരമ്പര്യം താഴ്ന്നവരാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. നമ്മളിപ്പോഴും പറയുന്നു അവർ താഴ്ത്തപ്പെട്ടവരാണ്, താഴ്ന്നവരല്ല, അവർ താഴ്ത്തപ്പെട്ടവരാണ്. ആരാണ് താഴ്ത്തിയത്? അധികാരി വർഗമാണ് താഴ്ത്തിയത്. ആരാണ് അധികാരി? അന്നത്തെ അധികാരികൾ ജന്മികളായിരുന്നു. ജന്മികളാണ് ഞങ്ങളെ താഴ്ത്തിയത്. എല്ലാ തമ്പുരാന്മാരും തമ്പുരാന്മാരല്ല, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കൾ എന്ന ചൊല്ലി നമ്മൾ അംഗീകരിക്കുന്നില്ല. അതിന് പകരം മറ്റൊരു വാക്ക് പറയാണ്, എല്ലാ നമ്പൂരാക്കന്മാരും ജന്മികളായിരുന്നില്ല. എല്ലാ നമ്പൂരാക്കന്മാരും ജന്മികളായിരുന്നില്ല. എല്ലാ ജന്മികളും പൂജാരിമാരുമായിരുന്നു. ജന്മികൾക്ക് പൂജയുടെ ആവശ്യമില്ല. അതെങ്കിലും മനസ്സിലാക്കുക. അത്തരം ജന്മികൾ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴ്ന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നണം. ആ തോന്നലിൽ നിന്നാണ് നാം ചണ്ടാളനാണെന്ന് പറയുന്നത്. നമ്മുടെ പിതാവിന്റെ പേര് മണപ്പുള്ളി എന്ന, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കുഞ്ഞാടി എന്ന, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്
ചാത്തപ്പൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കുഞ്ഞൻ എന്നാണ്. ഈ പേര് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനം കുഞ്ഞനെ കയറിയിട്ട് ഔസേപ്പ് എന്ന് പറയുമ്പോഴോ ഇബ്രാഹിം എന്ന് പറയുമ്പോഴോ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുമ്പോഴോ ഉണ്ടാകില്ല. കാരണം എന്താണ്? അതൊന്നും നമ്മുടെ പൂർവ്വപിതാവല്ല, അതൊന്നും നമ്പൂരിമാർ നിർബന്ധിച്ചതുകൊണ്ടിട്ട പേരല്ല, നമ്മുടെ സംസ്കൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പേരാണ്. എന്താ കുഞ്ഞൻ എന്ന പേരൊരു കുറവ്? കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത് എന്ന, ചെറിയവൻ, എളിമയുള്ളവൻ, ഇത്തരം അർത്ഥങ്ങൾ കാണാമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? നിങ്ങൾ പഠിക്കുന്ന ചരിത്രത്തിൽ ഇതില്ല. കാരണം എന്താണ്? ഇവൻ എന്നും അപകർഷത ഉണ്ടാകണം, ഇവന്റെ കൾച്ചർ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടണം. സംഘപരിവാറാണോ ഇതിന്റെ ആളുകൾ? കോൺഗ്രസ്സുകാരാണോ ഇതിന്റെ ആളുകൾ? കമ്മ്യൂണിസ്റ്റുകാരാണോ ഇതിന്റെ ആളുകൾ? ജമാഅത്തെ ഇസ്ലാമിയാണോ ഇതിന്റെ ആളുകൾ എന്ന് നിങ്ങൾ സ്വയം വിചാരം ചെയ്യും. ആരാണ് ഇതിന്റെ ആളുകൾ? നമുക്കറിയില്ല. ഒന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ തന്നെയാണ് ഇതിന്റെ ആളുകൾ. എന്താണ്? മറ്റവൻ നമ്മുടെ ആടിനെ നോക്കി കഴുത എന്ന് പറഞ്ഞപ്പോൾ, 10 ആൾ പറഞ്ഞപ്പോൾ നമ്മുടെ ആടിനെ നമ്മൾ വിട്ടുകൊടുത്തു. അവൻ എന്ത് ചെയ്തു? ആ ആടിനെ വെട്ടി കറി വെച്ച് അവൻ കഴിച്ചു. നമ്മളിപ്പോഴും ആടുമില്ല മേടുമില്ലാണ്ട് നമ്മൾ ദാരിദ്ര്യത്തിലാണ്. ഇവിടെയാണ് സ്വത്വത്തെ അറിയാൻ ശ്രമിക്കണം. നമ്മൾ രാമനായാലും കൃഷ്ണനായാലും ലീലയായാലും മുത്തശ്ശിയുടെ പേര് ചക്കി എന്ന് മാറ്റിയിട്ട് നമ്മൾ സാവിത്രി അന്തർജനം എന്നിട്ടാലും ഖദീജ ഉമ്മ എന്നിട്ടാലും മറിയം എന്നിട്ടാലും നമ്മളാ. ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇന്നത്തെ മാസ്റ്റർ ഡിഗ്രികളൊന്നും ആവശ്യമില്ല. ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. ചൈനക്കാരൻ്റെ, അറബിയുടെയും യൂറോപ്യൻ്റെയും ഒന്നും പേരുകളും ഇന്ത്യക്കാരൻ്റെ പേരുകളും ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ആളുകളുടെ പേരുകളും ഒന്നും ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ 1-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായാൽ. പക്ഷെ നമ്മൾ പഠിക്കുന്ന എന്താ? നമ്പൂരി പറഞ്ഞു എന്നുള്ളതാണ്. നമ്പൂരി പറഞ്ഞു എന്നാ. ഇതാർക്കാണ് ഈ നമ്പൂതിരിമാരെ ഇങ്ങനെ പറയേണ്ട ആവശ്യം? എന്താ അതിൻ്റെ ആവശ്യം? സ്വയം ചിന്തിക്കും. അതുകൊണ്ട് ചണ്ടാളൻ എന്ന പേരെന്തിനെ എന്ന് ചോദിക്കുന്നതോട് പറയാനുള്ളത് അതിത്തരം ചോദ്യങ്ങൾക്കുള്ള മറുചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരമാണ്. എന്താണ്? നാം അപകർഷതയില്ല. നമ്മളെ ഈ ഒരു പേരിൽ ചണ്ടാളൻ എന്ന പേര് താഴ്ന്നവന്റെ പേരായിട്ട് പറഞ്ഞത് ആരാണ്? നിങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ചണ്ടാളൻ 7 തട്ടുകൾക്ക് മുകളിൽ തന്നെയാണ് എന്നും. നിങ്ങൾക്ക് ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോൾ എത്രത്തോളം രോമാഞ്ചമുണ്ടാകുന്നു, എത്രത്തോളം രോമാഞ്ചം ചണ്ടാളൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ട്. നിങ്ങൾക്ക് ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ സംഭവമായി തോന്നുന്നു എങ്കിൽ, ചണ്ടാളൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായി കാണുന്നു എങ്കിൽ തിരിച്ചുമാകാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. തിരിച്ചുമാകാമല്ലോ. ചണ്ടാളൻ എന്ന് കേൾക്കുമ്പോൾ അതിൽ രോമാഞ്ചവും, ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയും തോന്നാമല്ലോ. ആ വിചാരം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അച്ഛനെ മാറ്റിക്കൊണ്ടോ അമ്മയെ മാറ്റിക്കൊണ്ടോ അല്ല നമ്മളുടെ ഉയർച്ച നിശ്ചയിക്കണം. ഈ ഒരു വിഷയം രാജ്യം ചർച്ച ചെയ്യാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള തമ്മിത്തല്ലും അപകർഷതാ പോരാട്ടങ്ങളും നടക്കും. എന്താണ്? രാജ്യം ഇത് ചർച്ച ചെയ്യുന്നില്ല. രാജ്യത്തിന് ആവശ്യമില്ല. രാജ്യം കേന്ദ്ര സർക്കാരായാലും ശരി, അവർക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല. അവർ സംസാരിക്കുന്ന രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും സംസ്കൃതത്തെക്കുറിച്ചും മാത്രമേ സംസാരിക്കുള്ളൂ. അത് അവരുടെ കുറവാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഹിന്ദുവിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴോ ഈ മനുഷ്യന് വായിക്കൊള്ളാത്ത ഭാഷ കൊണ്ടുള്ള സാമഗ്രികൾ മാത്രമേ സംസാരിക്കൂ. പറയുന്നവനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല. അത്തരം വിഷയങ്ങൾ മാത്രം എല്ലാവരും കയ്യിൽ അതേ സംസാരിക്കുള്ളൂ. എന്നാൽ എല്ലാവരും ഹിന്ദുക്കളാണ്. ഒരു വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉണ്ടാക്കി എല്ലാം പറയണം, എന്നാൽ ആ വീട്ടിലത്തെ ഭക്ഷണമാകും. അല്ല തലേത്തത്തെ നേരത്തെ പറഞ്ഞ പഴങ്കഞ്ഞി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാപ്പരം കൊണ്ട് അടച്ചിട്ട് ഇല്ല അവിടെ ഇന്നത്തെ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയല്ലേ. കള്ളം പ്രചരിപ്പിക്കുമ്പോൾ ആരെങ്കിലും വല്ല കള്ളന്മാർ വന്നു നോക്കിട്ടെ അവിടെ അടുക്കളയിൽ പഴങ്കഞ്ഞിയും ഉണ്ടെന്ന് ആരെങ്കിലും പുറത്തു പറഞ്ഞ് അതറിഞ്ഞ് അത് സംസാരമാക്കുമ്പോൾ പറഞ്ഞവനെ കുറ്റം പറയരുത്. നിങ്ങൾ അകത്ത് പഴങ്കഞ്ഞി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, അടച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സാധനം നിങ്ങളുടെ വീട്ടിലുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന വിഷയവും. ഇവിടെ ഹിന്ദു എന്ന് പറയുമ്പോൾ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ബ്രാഹ്മണനാകാം എന്ന് നിങ്ങളുടെ ആഗ്രഹം പറയാം, തെറ്റില്ല. നിങ്ങൾക്കാകാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾക്കൊരു പുലയനോ പറയനോ ആകാൻ തോന്നുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് തോന്നുന്നില്ല?
എന്തുകൊണ്ട് നിങ്ങൾക്ക് മല അറിയാനാകാൻ തോന്നുന്നില്ല? അപ്പോൾ നിങ്ങൾ പഠിച്ച ഹിസ്റ്ററിയും ഈ പറയപ്പെട്ട ഹിസ്റ്ററിയാണ്. എന്താണ്? നിങ്ങൾക്ക് പാണന്റെയും പറയന്റെയും അരയന്റെയും ഒന്നും പൂർവ്വകാലത്തെക്കുറിച്ച് അറിയില്ല, അറിയാൻ താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതിനോടല്ല താല്പര്യം. അതുകൊണ്ടാണ് മാട്രിമോണിയുടെ അടിയിൽ SC/ST വേണ്ട എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ജാതി വിഷയമല്ല, പക്ഷെ SC/ST വേണ്ട. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പറയുമ്പോൾ? SC/ST വേറൊരു കൾച്ചറാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ വേറൊരു കൾച്ചർ തന്നെയാണ്, ഒരു സംശയമില്ല. ആദിധർമ്മികളാണ് സനാതന ധർമ്മികൾ. സനാതനമായ ആദിധർമ്മമാണ്, അല്ലാതെ സനാതന ധർമ്മത്തിന്റെ വൈദിക ധർമ്മമല്ല, അതല്ല. അതുകൊണ്ടാണ് ഈ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നത്. എത്ര അടുപ്പിച്ചാലും മറ്റു മതസ്ഥനാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ ജനത നിങ്ങളിൽപ്പെട്ടവരല്ല എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. അത് സത്യമാണ്, ആത്മാർത്ഥമായ സത്യം. അതുകൊണ്ടാണ് അത് വലിയൊരു വിഷയമാണ്. എത്ര വിഷയങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതുണ്ടാകുന്നില്ല. ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം, അതിലൊന്നും തന്നെ ഈ പറയപ്പെടുന്ന ആളുകൾ ഹിന്ദു ആണെന്ന് പറയുമ്പോഴും ഇവർ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ കാര്യങ്ങളെ പഠിപ്പിക്കുന്നില്ല, അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നില്ല. ഹിന്ദു എന്നാൽ ഇവർ പറയുന്ന ഈ പെയിന്റ് അടിച്ച പുസ്തകങ്ങളും അതിൻ്റെ ഭാഷയും അതിൻ്റെ പൗരോഹിത്യവും അതിൻ്റെ വേദങ്ങളും മറ്റൊക്കെ ആകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ, പഴങ്കഞ്ഞിയെപ്പോലുള്ള വിഷയങ്ങൾ ആരെങ്കിലും എടുത്തുയർത്തുമ്പോൾ അത് പ്രശ്നമാകും. എന്താണ്? ആരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ചണ്ടാളവ വിഷയം ഇങ്ങനെ പറയുന്ന പോലെയല്ല, വേറെ ആരും ഇത് പറഞ്ഞോളൂ നിർബന്ധമില്ല. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രുചിച്ചോളുന്നില്ല. എന്താണ്? എന്താ പറയുന്നേ മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ പോലെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ കേട്ടെടുത്തതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചണ്ടാളെന്ന പേരിനെ കുറിച്ച് പറഞ്ഞു. ഈ ആശ്രമത്തിലൊക്കെ കൊഴികുത്തി കഞ്ഞൂടി എന്ന ആചാരം, ഇത് പണ്ടത്തെ അനാചാരമല്ലേ? ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഏറ്റും കൊണ്ട് നടക്കുന്നത്? ഇത് അടിമത്വം സ്വയം പ്രഖ്യാപിക്കുകയല്ലേ? ചില ആളുകളുടെ ചോദ്യം. എവിടെയാണ് അടിമത്വം പ്രഖ്യാപിച്ചത്? നമുക്കൊരു കുഴി കുത്തി കഞ്ഞി കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തില്ലേ? അല്ല, അടിമത്വം പ്രഖ്യാപിക്കുകയാണെന്ന് ഇരിക്കട്ടെ. നമ്മളുടെ എല്ലാ ഡിസംബർ 4-നും നമ്മുടെ ആശ്രമത്തിലെ ഭക്തർക്കും ശിഷ്യർക്കും താജ് ഹോട്ടലിൽ ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ ആർക്കാണാവുക? ഒരു രംഗത്തേക്ക് വരും. ആർക്കും വരാം. ഇതിനെ എതിർക്കുന്ന ആർക്കും വരാം, വരണമല്ലോ. കുടികുത്തി കഞ്ഞു കുടിക്കുന്നത് മോശമാണ്. താജ് ഹോട്ടലിൽ ഇന്നും ഒരു സാധാരണക്കാരന് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഊറ്റം കൊള്ളുന്ന ജനാധിപത്യവും രാഷ്ട്രപുരോഗതിയും സംസ്ഥാനത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങളും എവിടെ പോയി? അപ്പോൾ കുഴികുത്തി കഞ്ഞുടിയിലും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പാണന്റെയോ പറയന്റെയോ രാഷ്ട്രീയമല്ല, അതിവിടുത്തെ ദരിദ്രന്റെ രാഷ്ട്രീയം. ഇന്നും കുഴികുത്തി കഞ്ഞുടിക്കുന്നവരുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്, കുടിക്കുന്നവനല്ല. അതൊരു ചോദ്യമാണ്, അതതിലെ രാഷ്ട്രീയമാണ്. മറ്റൊന്നും പൂർവ സംസ്കൃതിയുടെ ആദി പാരമ്പര്യത്തിൻ്റെ സൂചനകളാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ ആദിമധർമ്മം, നമ്മുടെ ആദിമ ജനത അവരിങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അതിൽ നിന്നാണ് ഹേ മനുഷ്യ, നീ ഇന്ന് തീൻമേശയിൽ ഇത്രയും വിഭവങ്ങൾ വെച്ച് ആർമാദിച്ച് ഭക്ഷണം കഴിക്കുന്നേ എന്നുള്ള നിന്റെ മാനവികമായ ചരിത്രത്തിന്റെ വിളിച്ചോതല ഇതിൽ നിന്നാണ് നീ വരുന്നത്. ആ ഓർമ്മ നിനക്കുണ്ടായിരിക്കാം. ഇത് പാണനും പറയനും കഴിച്ചതല്ല. നീ ഏത് ജാതിയോ നീ ഏത് മതമോ ആകട്ടെ, നിന്റെ പൂർവികർ കഴിച്ചതും ഇങ്ങനെയാണ്. അല്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളിത് കഴിച്ചിട്ടില്ല. അല്ല ഞങ്ങൾ ക്രിസ്ത്യാനി, ഞങ്ങളിത് കഴിച്ചിട്ടില്ല. അല്ല ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങളിങ്ങനെ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിക്കില്ല, പക്ഷെ നിങ്ങൾ അപ്പനപ്പന്മാർ കഴിച്ചിട്ടുണ്ടായി. എന്താണ്? ജനിച്ചപ്പോൾ തന്നെ കയ്യിലൊരു പാത്രവുമായിട്ടല്ല വന്നത്. ആ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പാത്രവുമില്ല. നിങ്ങൾ കഴിച്ചിരുന്നത് ഇങ്ങനെയാണ്. അവർ സൂചന തരുന്നു, അത് ചരിത്രപരം. പിന്നെയോ ഒരു ഇരുണ്ട കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇനി ആവർത്തിക്കാൻ പാടില്ല. അതെന്താണ്? ഇന്ത്യയിലെ സംസ്കൃതി ഇങ്ങനെ വന്നപ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകൾ ഇങ്ങനെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു. അത് അവന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള കടന്നുകയറ്റമാണ്. അതുണ്ടാവാൻ പാടില്ല. ആ ചരിത്രത്തെ, ആ ഒരു മനുഷ്യരഹിതമായ കാര്യങ്ങൾ ആരെല്ലാമാണോ ചെയ്തേ, അങ്ങനത്തെ ഒരു ക്രൂര ജനത, മാനുഷിക മൂല്യങ്ങൾ എന്തെന്ന് പോലും അറിയാത്ത 24 മണിക്കൂറും ദൈവത്തിന്റെ പേരും പറഞ്ഞ് വേദോച്ചാരണം വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്ന, സാത്വികത മാത്രം വിളമ്പിത്തുന്നുകൊണ്ടിരുന്ന, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചിരുന്ന, ക്ഷത്രിയത്വം കൊണ്ട് കുന്തിച്ചിരുന്ന
ഒരു പറ്റം മൃഗങ്ങൾ എന്ന് പറഞ്ഞ തെറ്റാണ്, ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് അത് ഞങ്ങളെ അതാക്കണ്ട. നിങ്ങൾ എത്ര മികവ് പറഞ്ഞാലും ആ സംസ്കൃതി അവർക്ക് എവിടുന്ന് കിട്ടിയോ ആ പാരമ്പര്യത്തിലേക്ക് ഞങ്ങളെ ചേക്കേറ്റണ്ട. അത്തരം ഒരാശയവും ആ കഞ്ഞൂടിയിലും. പിന്നെയാണ് കുഴി കുത്തിവെച്ച കഞ്ഞിയിൽ കുഞ്ഞാമൻ പറഞ്ഞതുപോലെ, കുഞ്ഞാമൻ കഞ്ഞി കുടിക്കാൻ പോകുന്ന നേരത്തെ കഞ്ഞിയിൽ നിന്ന് മാറിയപ്പോൾ അവിടെ ഒരു നായ വന്ന് കഞ്ഞി നക്കി. ചെന്നപ്പോൾ ആ നായ എന്നെ ആക്രമിക്കാൻ വന്നു. ഞാനവിടെ കണ്ടത് 2 നായ്ക്കളുടെ കടിപിടിയായിരുന്നു എന്ന് കുഞ്ഞാമൻ എഴുതി വെച്ചതായിട്ട് എവിടെയോ പറയുന്നത്. സാധാരണക്കാരൻ അവിടെ 2 നായ്ക്കളായി കടിപിടിക്കും. എന്നാൽ ചില യോഗികൾ നായ്ക്കൾ കഴിക്കുമ്പോൾ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അതിന് സാധാരണ അവധൂതന്മാർ എന്ന് പറയും. അവധൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണാതീതനായ സങ്കല്പമാണ്. അല്ലെങ്കിൽ അർജുന, നീ ഗുണാതീതനാവണമെന്നാണ് കൃഷ്ണൻ അർജുൻ കൊടുക്കുന്ന ഉപദേശം. കാരണം നീ സാത്വികനാകും, ബ്രാഹ്മണനാകും, ക്ഷത്രിയനാകും. എന്നാൽ ആത്യന്തികമായി നീ ഗുണാതീതനാകണം എന്നാ പറഞ്ഞു. ഗുണാതീത സങ്കല്പമാണ്. നീ 4 വേദം പഠിക്കുന്ന നല്ലതാണ്, വേദത്തിന്റെ പുറത്ത് കിടക്കുന്ന കൃഷ്ണൻ ഗീതയിലും പറയുന്നു. നമ്മളിത് പറയുമ്പോൾ സംശയമുള്ളവർക്ക് ഗീത ഒന്ന് അരിച്ചു പെറുക്കാം, ഇതേ കിട്ടുള്ളൂ. നിങ്ങൾ മറ്റേ കവടി ഇവിടെയുള്ള ആഡാണ്. അത് ഈ വേദം പഠിപ്പിക്കുന്നവരുടെയും ബ്രാഹ്മണ്യം വിൽക്കുന്നവരുടെയൊക്കെ താല്പര്യമാണ്. അതിനെ മാത്രം പ്രചരിപ്പിക്കുകയായിരുന്നു. അത് സ്വന്തമായിട്ടതല്ല. ഗുണാതീത സങ്കല്പത്തിലേക്ക് വരാം. ലളിതാശ്രമം ഗുണാതീത എന്നൊക്കെ പറയും. ആ ഗുണാതീത ഭാവമുള്ള ആദിമധർമ്മത്തിന്റെ ആത്മീയതയുടെ പരമകാഷ്ഠിയിലെത്തിയിരുന്ന അവധൂതന്മാർ ആ വിധമാണ് ഭക്ഷണം കഴിച്ചത്. എന്താണ്? ഭൂമി മാതാവാണ്. ആ ഭൂമി മാതാവിന്റെ മാർത്തട്ടിൽ നിന്ന് ആ പാല് നുകരുന്നത് പോലെയാണ് അമ്മയിൽ നിന്ന് ആ കഞ്ഞി കുടിക്കുന്നത്. അന്നമുണ്ടായത് ആ ഭൂമിയിൽ നിന്നാണ്. അന്നം പാകം ചെയ്ത കാലഘട്ടത്തിൽ ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിലാണ്. ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിലെ അന്നം, മണ്ണിൽ വിളഞ്ഞ അന്നം മണ്ണിൽ തന്നെ വിളമ്പി മണ്ണാകാതെ കഴിക്കാനുള്ള ബുദ്ധിയുണ്ട്. മറിച്ച് ഒപ്പം മറ്റുള്ള സഹജീവികൾക്ക് കൂടി കൊടുക്കുക. അല്ലാതെ നീ തിന്നരുത്, നീ കുടിക്കരുത്, നീ പട്ടിണി കിടക്കണം, നീ വഴി നടക്കരുത് എന്ന് പറഞ്ഞതല്ല. ഒപ്പമുള്ള എല്ലാത്തിനും മുട്ടിക്കൊണ്ട് കഴിക്കുന്ന ആ അവധൂത പാരമ്പര്യം ഈ ജനതയുടെ പാരമ്പര്യമായിരുന്നു, ആത്മീയ പാരമ്പര്യമായിരുന്നു. മണ്ണിനെ അമ്മയായി കണ്ട പാരമ്പര്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളൊരാദിമനാണെന്ന് പറയണം. കാരണം എന്തുകൊണ്ടാ? ആ ഭൂമി വാങ്ങിയില്ല, വിറ്റില്ല. കച്ചവടം ചെയ്തവരെങ്ങനെ? സ്വന്തം അമ്മയെ വിൽക്കുന്നവരെങ്ങനെ? നിങ്ങൾ ഭൂമി മാതാവാണെന്ന് പറയും. നിങ്ങൾക്ക് ഗോമാതാവാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എങ്ങനെ? പശുവിന്റെ പാല് വിൽക്കുന്ന നിങ്ങൾ എങ്ങനെ ഗോമാതാവാണെന്ന് പറയും? പശുവിന്റെ ചാണകം വിൽക്കുന്ന നിങ്ങൾ എങ്ങനെ ഗോമാതാവാണെന്ന് പറയും? എങ്ങനെ പറയും? അമ്മയുടെ പാല് നിങ്ങൾ വിൽക്കാറുണ്ടോ? അമ്മയെ കൊന്ന് തിന്നാറുണ്ടോ എന്ന് ചോദിച്ചൊരു ആത്മീയാചാര്യന്റെ ചോദ്യങ്ങൾ നാഴേക്ക് 40 വട്ടം എടുത്തുയർത്തുന്ന നിങ്ങൾ ഇനി മുതൽ ഇതുകൂടി ചോദിക്കൂ. ഭൂമി വിൽക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഗോമാത? ഗച്ഛതീതി ഗോന, സഞ്ചരിക്കുന്നതാണ് ഗോ. ഭൂമി ഗോവാണ്. യഥാർത്ഥം നിങ്ങൾ കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കും. എങ്ങനെ ഭൂമി വിൽക്കുന്നവർ ഗോമാതാവാണെന്ന് പറയും? ഇനി എന്തിൻ്റെങ്കിലും പേരിൽ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ഗോമാതാവാണെന്ന് പറയും? എന്താണ്? ഗച്ഛതി ഗോ, ആത്മാവ് പ്രയാണം ചെയ്യുന്നു, അത് ഗോവാണ്. ആ ആത്മാവിരിക്കുന്ന ശരീരത്തെ ഹനിക്കുമ്പോൾ അതെന്തോ ഇച്ഛയോടുകൂടി ജനിച്ചതല്ലേ? അവിടെ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഗോമാതാവാണെന്ന് പറയും? ഇങ്ങനെ പറയും. അതുകൊണ്ട് ഇതിനെല്ലാം മറുപടി നിങ്ങളുടേതാണ്. എന്നാൽ ഭൂമിയെ വിൽക്കാത്ത ഈ ജനതയുടേതാണ് മാതൃസങ്കല്പങ്ങൾ. കടലമ്മ എന്ന് വിളിച്ചത് ആദിധർമ്മമാണ്. കടലച്ഛൻ വരുണൻ എന്ന് വിളിച്ചത് ഏത് ധർമ്മമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് രാജ്യത്തെ മാതാവായി കണ്ടത് ഈ ധർമ്മമാണ്, വേറെ ധർമ്മമല്ല. വിധാതാവ് എന്നാണ് നിങ്ങൾ വിളിച്ചത്, മാതാവ് എന്നല്ല. മാതാവുമല്ല, പിതാവുമല്ല, ഒന്നുമല്ല. കേവലം ഒരു പിടി മണ്ണാണെന്ന് പറയുന്ന മത ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സ്വയം വിചാരം ചെയ്യും. അപ്പൊ അത് അവധൂത പാരമ്പര്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരാശയമാണ് കുഴികുത്തിക്കഞ്ഞി. ഇതിൽ എവിടെയാണ് ഈ കുറവുകൾ? പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതെല്ലാം കുറവും അപകർഷതയും അടിച്ചമർത്തപ്പെടലും അല്ലെങ്കിൽ സ്വയമേവ താഴുന്നവന്റെ ലക്ഷണവും അടിമത്വം പേറുന്നതിന്റെ ലക്ഷണമായി തോന്നുന്നതുകൊണ്ടാണ്? നിങ്ങളുടെ ചരിത്രം ആരെഴുതി വെച്ചതാണ്? നമ്മുടേതോ?
സ്വയം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. വിദേശി ഉണ്ടാക്കി വെച്ച അക്കാഡമിക് മൂല്യങ്ങളോടുകൂടിയിട്ടല്ല ഒരു മനുഷ്യൻ സഞ്ചരിക്കാൻ. അങ്ങനെ അക്കാഡമിക് മൂല്യം കൊണ്ട് സഞ്ചരിച്ചവരാരെ കൊണ്ടും ഈ ലോകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവൻ തത്തമ്മയെ പൂച്ച പാടി എന്നിവ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വയം വിചാരം ചെയ്തവൻ്റെയാണ്. അവനുള്ള മെറ്റീരിയൽസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം, മറ്റുള്ള അവൻ്റെ ചിന്തയാണ്. സ്വയം ചിന്തിച്ചവൻ മാത്രമേ ഇവിടെ എന്തെങ്കിലും ആയിട്ടും. മറ്റവൻ പറഞ്ഞത് മാത്രം പാടി അവൻ്റെ പുറകെ പോയവനും ഒന്നും ആവില്ല. നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു, അത് അയാളുടെ മികവാണ്. അയാളെ പാടിപ്പുകഴ്ത്തി പോകുന്നവർ അദ്ദേഹവുമാവില്ല, അദ്ദേഹത്തെ പോലെയും ആവില്ല. സ്വയം ചിന്തിക്കണം. ഇതുപോലെ തന്നെ സഖാവ് പിണറായി വിജയനായ അയാളുടെ കഴിവ് കൊണ്ട് അയാൾ മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തിയതുകൊണ്ട് നിങ്ങൾ മന്ത്രിയാവില്ല, അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. നിങ്ങളുടെ സ്വയം കഴിവുണ്ടാവും. ഇതന്നെയാണ് എല്ലാവരുടെയും കാര്യം. ഇവിടെയാണ് ഒരു സാധനം തെറ്റാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ അതിനെ അറിയാൻ ശ്രമിക്കും. നമ്മളെപ്പോഴും പറയുന്നു മലയാളിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? മലയാളി എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് വലുത്. മറ്റൊന്നും അവന് ചിന്തയില്ല, പഠനമില്ല, ഒന്നുമില്ല. ഇന്നലെ പോയി അവനെന്താണ്, അവൻ പഠിച്ച ആ ഒരു സാധനം വെച്ചുകൊണ്ട് അവൻ എല്ലാത്തിനും വിലയിരുത്തുകയാണ്. എല്ലാത്തിനും വിലയിരുത്തുക. ഇങ്ങനെയാകാൻ പാടുള്ളൂ എന്ന് വേറൊരു ചിന്തയില്ല, അല്ലെങ്കിൽ ചോദിക്കില്ല. ഇന്നലെ ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മലമ്പുഴ എന്ന പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെ മോന് ഒരാഗ്രഹം കൊണ്ട് അങ്ങനെ പോയതാണ്. ഒരു വലിയൊരു യാത്ര ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയി. ഞങ്ങൾ ഡാമിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി കുറേ ദൂരത്ത് നിന്ന് നമ്മൾ നോക്കി ചിരിച്ചു വരുന്നു. അപ്പം നമ്മളും ചിരിച്ചു. നമ്മൾ ആരെ കണ്ടാലും ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങോട്ടും ചിരിച്ച് കാണിക്കും. അവർ ചിരിച്ചില്ലെങ്കിൽ അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങയുടെ? നമ്മളൊരു ബ്ലാക്കും റെഡും ഒരു ഷാളും ഉണ്ട്, തലയിൽ കെട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ വേഷം ഇങ്ങനെ രാജകീയമാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം നമ്മൾ ചോദിച്ചു, ചോദ്യം നമുക്കിഷ്ടമായി, പക്ഷെ താങ്കൾ ആരോടെങ്കിലും വേറെ ചോദിക്കുമോ ഈ ചോദ്യം? ഇല്ല, അതൊരു വ്യത്യാസം കണ്ടത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറയും, എന്തുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം തോന്നി? എന്നിട്ട് കുറേ ദൂരെ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു. കുറേ ഉമ്മമാര് പർദ്ദയിട്ട് മുഖം മറച്ചിരിക്കുന്നു. അവരോട് പോയി താങ്കൾ ചോദിക്കുമോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വേഷം ധരിച്ചിരിക്കുന്നതെന്ന്? അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഇവിടെ? ആ വേഷം നോർമൽ അല്ലല്ലോ, അത് ചോദിക്കുമോ? ഇല്ല, ചോദിക്കും. കുറേ ഉസ്താദുമാർ നിൽക്കുന്നുണ്ട്, മദ്രസ കുട്ടികളെ കൊണ്ടുവന്നു. അവർ ആ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നു, കെട്ടിയിരിക്കും. അവരോട് നിങ്ങൾ ചോദിക്കുമോ എന്താണ് നിങ്ങളിങ്ങനെ തലയിൽ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുമോ? ഇല്ല. ഇനി ഇവിടുത്തെ സന്യാസിമാർ തലയിൽ മുണ്ടിട്ടവരും തലയിൽ കെട്ടിയവരും ജട വെച്ചവരും തായ് പതിച്ചവരും തുണി ഉടുക്കാത്തവരും ഉണ്ടല്ലോ, അവരെ കണ്ടാൽ നിങ്ങൾ ചോദിക്കുമോ? ഇല്ല, ചോദിക്കും. പിന്നെ എന്തുകൊണ്ട് നമ്മളോട് ചോദിക്കാൻ തോന്നി? ഇതൊന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന വസ്ത്രങ്ങളാണ്, നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്കത് തോന്നി? അപ്പം അദ്ദേഹത്തിന് വിഷമാവും തോന്നിയപ്പോൾ നമ്മൾ പറഞ്ഞു, വിഷമിക്കണ്ട, ഈ ചോദിക്കാൻ തോന്നി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വസ്ത്രത്തിനും കാരണം. എന്താണ്? നിങ്ങളെപ്പോലെ ചോദിക്കാൻ ആളുകൾ ഉണ്ടായി വരികയും ചോദിക്കുമ്പോൾ മറുപടി തരണം എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ട്രൈബ്, ദലിത്, പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വത്വത്തിൽ അധിഷ്ഠിതമായ ആത്മീയത മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരാചാര്യനാണ്. നമ്മുടെ ചുവപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശക്തിയെ, പരാശക്തിയെ, പ്രകൃതിയെയാണ് ഇതിനെ പ്രതിധ്വനിക്കുന്നത്, അതിനെ കാണിക്കുന്നതാണ്. അത് നമ്മുടെ കരുത്താണ്. ഈ കറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആദി പിതാവ് നല്ല ചില സൂചിപ്പിക്കുന്നതാണ്. അതെല്ലാം ഒന്ന് തന്നെ എന്നുള്ള ആ ബ്ലാക്ക് അതിനെയാണ് കാണിക്കുക. ഇതാണ് നമ്മളുടെ ആത്മീയ സ്വത്വം. നമ്മളുടെ പേര് ചണ്ടാള ബാബ. നീക്ക് എവിടെ സെർച്ച് ചെയ്താലും അത്യാവശ്യം കാര്യങ്ങൾക്ക്. ചിരട്ട, ഇത് കഴുത്തി കെട്ടണം എന്നുള്ള ഒരു അടയാളമാണ്, ചണ്ടാളൻ്റെ അടയാളമാണ്. ഇതൊരു കാലത്ത് അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പേ ഇതുണ്ടായിരുന്നു. എന്താണ്? ഇത് ഞങ്ങളുടെ സ്വത്വത്തിൻ്റെ അടിത്തറയാണ്. എന്താണ്? ഞങ്ങൾ ഈ ധർമ്മത്തെ, ആ ധർമ്മത്തെ, മറ്റുള്ളതൊക്കെ പുതുതായിട്ടുണ്ടല്ല, ചിരട്ടയൊക്കെ തേങ്ങുള്ള കാലത്തോളം ഉണ്ട്. എന്താണ്? ഇതിലൊരു ലക്ഷണമുണ്ട്, യോനി ലക്ഷണമുണ്ട്, അതൊക്കെ അറിയുന്നവർക്കറിയാം. അല്ലെങ്കിൽ 3 കണ്ണ്, അത് ട്രയാങ്കിൾ ഫോമാണ്. 3 ഒരു ദർശനമാണ്. അങ്ങനെ ഇതിനൊരു ദ്യോതിപ്പിക്കാൻ പലതും. അതുകൊണ്ട് ഇത് നമ്മളുടെ ലക്ഷണം. പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു തലയെക്കെട്ട് കെട്ടാറുണ്ട്, ചുവപ്പും കറുപ്പുമാണ് തലയെക്കെട്ട്, അതേപോലെ തന്നെയാണ്. അതിനുള്ളിൽ പാളയാണ് മോനെ, അതിനുള്ളിൽ പാളയാണ്, ഉള്ളിൽ പാളയാണ്. ആ പാള നമ്മുടെ പൂർവികരെ കുറിക്കുന്നതാണ്. ആ പാള എന്താണ്? പാം ലീഫ് എന്നാ പറയുക. എപ്പോഴും തെങ്ങും തേങ്ങയും അല്ലെങ്കിൽ അടയ്ക്ക, പന, ഇതൊക്കെ എന്താണ്? ആത്മീയതയുടെ ഉന്നതിയെ കുറിക്കുന്ന ഭാഗമാണ്. കള്ളമൊക്കെ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി. അപ്പം എന്താണ്? ആ ആത്മീയതയുടെ പൂർണ്ണത വന്നവരാണ് അത് രഹസ്യമാക്കി വെക്കണം. അതാണ് പാളത്തൊപ്പി വെച്ചിരുന്നത്, അതാണ് പാള അകത്ത് വെച്ചത്. ഇങ്ങനെ ഓരോന്നും എണ്ണി അതുപോലെ തോട നമ്മൾ എടുത്തോളൂ. തോട നമ്മൾ ചിരട്ടേൻ്റെയാണ് ഉപയോഗിക്കാറ്, ഇപ്പം അധികമായിട്ട് ഉപയോഗിക്കാറില്ല. വള ചിരട്ടയാണ്. ഇപ്പം കാലിൽ തളയുണ്ടല്ലോ, ഒരു കാലിലല്ലേ തളയുള്ളൂ? തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ പണ്ടേ കാലിൽ തള ധരിക്കും. നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ പറ്റില്ല.
ഇപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടില്ല, അതിൽ ബാഹുബലി കാട്ടിൽ വസിക്കുമ്പോൾ കാലിൽ കാണാൻ പറ്റും. ഈ പ്രഭാസിൻ അത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് പണ്ട് ഉണ്ടായിരുന്ന. ഈ മറ്റേ കാലിൽ കറുത്ത ചെരട് കെട്ടും. അപ്പോൾ ആരോ പറഞ്ഞിട്ട് വ്യഭിചാരത്തിനെ കാണിക്കുന്നതാണ് ആ കാലിലെ കറുത്ത ചെരട്, അത് കെട്ടാൻ പാടില്ല ഹിന്ദുക്കൾ എന്നൊക്കെ പല പരസ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതായത് ആ ഹിന്ദുവിൽ നമ്മളെ ഉൾപ്പെടുത്തില്ല എന്ന് അവർ പറയുകയാണ്. ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം, നമുക്കാവും വേണ്ട. ആ കറുത്തരുടെ ഈ സംസ്കൃതിയാണ്, ശക്തിയെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഹിന്ദു എന്ന് പറയുന്നത് ഐഡന്റിറ്റിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഹിന്ദുക്കളൊക്കെ ദഹിപ്പിക്കണം. ചില ആളുകൾ പറയുന്നേക്കാം ദഹിപ്പിക്കണം. അപ്പോൾ കുഴിച്ചിടുന്നവരൊന്നും ഹിന്ദുക്കളല്ലേ? അതാണത് താഴ്ന്നവൻ്റെ. അവിടെയാണ് നിങ്ങളാണ് ഈ ചരിത്രം ഉണ്ടാക്കുന്നത്. ആ ചരിത്രമാണ് ഇവിടെ ചർച്ചയാക്കുന്നത് പഴകഞ്ഞിയായിട്ട്. കുഴിച്ചിടുന്നവനും കൃത്യമായ ആത്മീയതയുണ്ട്, മനസ്സ് വെച്ച്. അതുപോലെ തന്നെ ശ്വാസം പോയി, പിന്നെ അതുപോലെ തന്നെ രക്തം പറ്റി ചൂട് പോയി, രക്തം കട്ട പിടിച്ച് അവസാനിക്കുന്നത് കുലതത്വം, പൃഥ്വിതത്വം, ഭൂമിതത്വമാണ്. അതിനെയാണ് മണ്ണ് കൊണ്ടുവയ്ക്കുന്നത്. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പോകുന്നു. ഈ സ്പിരിച്വാലിറ്റി ഉണ്ട്, പക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. എന്നാ ഹിന്ദു ആണെന്ന് പറയും. ഹിന്ദു ആക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും രാഷ്ട്ര ഹിന്ദു ആവാനേ പറ്റുള്ളൂ. വേദ ഹിന്ദു ആവാൻ നമ്മുടെ ജനതയ്ക്ക് ഭൂരിപക്ഷ നിങ്ങൾ ഹിന്ദു എന്ന് പറഞ്ഞവർക്കാവില്ല. വേദ ഹിന്ദു ആവാൻ കഴിയില്ല, രാഷ്ട്ര ഹിന്ദു ആവാനേ കഴിയൂ. ആ ഒരു കഥ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളിത് പഠിപ്പിക്കില്ല. അതിൻ്റെ കുറവാണ് ഇത്തരം ചർച്ചകൾ, ഇത്തരം വിവാദങ്ങൾ. അങ്ങനെ ഈ മോന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു വന്നത് ഈ ചോദ്യം ചോദിക്കാൻ നമുക്കാകാതെ നമ്മൾ സോഷ്യൽ മാധ്യമത്തിൽ നമ്മൾ പണ്ഡിതരാണെന്നും നമ്മളെല്ലാം തികഞ്ഞവരാണെന്നും കരുതി എന്തെങ്കിലും ആരുടെയെങ്കിലും വേഷഭൂഷാദികളോ ഭക്ഷണങ്ങളോ ആത്മീയതയോ ഭൗതികതയോ കണ്ട് സഭ്യമല്ലാത്ത രീതിയിൽ എഴുതുന്നു എങ്കിൽ പോലും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ സ്വയം വിചാരം ചെയ്യും. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന്. അതുകൊണ്ട് നമ്മുടെ ശിഷ്യരോടൊക്കെ നമ്മൾ എപ്പോഴും പറയും അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. 99% നമ്മുടെ ശിഷ്യരും ഭക്തരും അത് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ചോദ്യം ചോദിക്കാൻ സഭ്യമായ രീതി അറിയാം, അല്ലാണ്ട് ആക്ഷേപിക്കാൻ പാടില്ല. അത് അജ്ഞാനിയുടെ ലക്ഷണം. നിങ്ങളിൽ എത്ര പേര് അങ്ങനെയാണ് നിങ്ങൾ സ്വയം വിചാരം ചെയ്യും? ഇവിടെയാണ് കൃഷ്ണകുമാറിന്റെ കഞ്ഞിക്കുടി എന്ന വിഷയത്തിൽ ഇതൊക്കെയോ കുറെ പറയണമെന്നുണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഫോൺ നമ്പർ കൊടുത്തിരുന്നു. ആർക്ക് വേണമെങ്കിലും തത്സമയം വിളിക്കാം. നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഭ്യമായ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, നെറ്റ് കോൾ ഒഴിച്ച് മറ്റുള്ള രീതിയിൽ വിളിക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ നാം തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഒളിച്ചോടുന്ന രീതി നമുക്കോ നമ്മുടെ ആശ്രമത്തിനോ ഇല്ല. നാം ചെയ്യുന്നത് വ്യക്തമായി പറയാൻ നാം തയ്യാറാണ്. അല്ലാതെ നാം ശങ്കരാചാര്യരെ പോലെ എന്താ പറയുക, ഒരു പ്രത്യേകം പ്രൊട്ടക്ഷനോടുകൂടി അകത്തിരുന്ന് മറ്റുള്ളവരിൽ നിന്ന് അകൽച്ച പാലിക്കുന്ന ഒരു ആചാര്യനല്ല. ചണ്ടാള ബാബയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അടുത്താണ്. പക്ഷെ സംസാരിക്കാൻ എല്ലാ രീതിയിലും എല്ലാവരുടെയും പോലെ ചില മാമൂലുകളുണ്ട്. അതേത് മേറാവിജിയോട് സംസാരിക്കണമെങ്കിൽ, നരേന്ദ്രമോദിയോട് സംസാരിക്കണമെങ്കിൽ, അതല്ല പാണക്കാട് തങ്ങളോട് സംസാരിക്കണമെങ്കിൽ, അമൃതാനന്ദമയ്യോട് സംസാരിക്കണമെങ്കിൽ, ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പറോട് സംസാരിക്കണമെങ്കിൽ പോലും അതിൻ്റെ നിയമവും അത് രാഷ്ട്രീയ വ്യവസ്ഥയാകുമ്പോൾ നമ്മുടെ ആശ്രമത്തിലും. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഈ വിഷയ സംബന്ധിയായിട്ട് നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ, ഏത് ചോദ്യം, താൻ അടിമത്വം കൊണ്ടുവരികയാണോ, താൻ ചണ്ടാളെന്ന് പറയുന്നതല്ലേ, താൻ സംഘപരിവാറിൻ്റെ ആളല്ലേ എന്ന് ഏത് വിധത്തിലാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനെല്ലാം സഭ്യമായ രീതിയിൽ മറുപടി പറയാൻ തയ്യാറായിക്കൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നത്. എന്നാൽ ഇതുവരെയും ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല, ഒരു ചോദ്യവും വന്നില്ല. ഏകദേശം 1 മണിക്കൂറോളമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഒരു ചോദ്യവും വന്നില്ല. ഉണ്ടെങ്കിൽ നമ്മൾ മറുപടി പറയും. എണീക്കുന്ന നേരത്ത് പോലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശേഷം വിളിച്ചാൽ മറുപടി പറയാനാകും. കാരണം രഹസ്യമില്ല, ഈ വിഷയം പരസ്യമാണ്. അത്രയ്ക്ക് നിങ്ങളുമായി ചേർന്നിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ടും നമ്മൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നമ്മളെ മൗനമായിരിക്കുമ്പോഴോ, നമ്മൾ ഈ പറയുന്ന ലൈവിലില്ലാത്ത സമയത്തോളോ നിങ്ങൾക്ക് നമ്മളെ ആക്ഷേപിക്കാനോ കല്ലെറിയാനോ ഒക്കെ തോന്നുന്നു, വിമർശിക്കാനോ തോന്നുന്നെങ്കിൽ അത് ഭീരുത്വമായിട്ട് നമുക്ക് പറയാനോ, നിങ്ങൾക്ക് നമ്മളോട് ഫേസ് ചെയ്യാൻ വയ്യ. നമ്മൾ പറയുന്ന ഹിന്ദുത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം, നിങ്ങളുടെ ഹിന്ദുത്വം പൊള്ളയാണ്, ഇത് നമ്മുടെ ആർഗ്യുമെൻ്റാണ്, നിങ്ങളുടെ ഹിന്ദുത്വം പൊള്ളയാണ്, അത് വൈദിക ഹിന്ദുത്വമാണെന്ന് നിങ്ങൾ പച്ചയായി പറയണം. നമ്മുടെ ജനതയെയോ നമ്മുടെ പൂർവിക സംസ്കൃതിയെയോ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ സംസ്കൃതിയെ തൊട്ടുകൊണ്ടല്ല നിങ്ങളുടെ ഹിന്ദുത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ ആർഗ്യുമെൻ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേദിയിൽ ചർച്ച ചെയ്യാം. ആരുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങളുടെ ഹിന്ദുത്വം പൊള്ളയാണ്, കള്ളത്തരമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഈ നാട്ടിൽ ഉയരുന്നത്.
നിങ്ങൾ ഹിന്ദുത്വം എന്നോട് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഹിന്ദുവിനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. ആരാണ് ഹിന്ദു? ഹിന്ദു പുലയ, ഹിന്ദു പറയ, ഹിന്ദു വേട്ടുവ, ഹിന്ദു ഈഴവ, ഹിന്ദു നായർ, ഹിന്ദു വിശ്വകർമ്മ അല്ലെങ്കിൽ ആശാരി, ഇങ്ങനെയുള്ള ഹിന്ദു നമ്പൂതിരി, ഇങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് ചെട്ടിയാരെയും റെഡ്ഡിയാരെയും മോദി വിഭാഗമൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഇങ്ങനെയുള്ളവരെയൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ഹിന്ദു ആകുന്നു. അതല്ലാതെ ഏതാനും 4 ആൾക്കാർ എഴുതി വെച്ച കുറെ കിതാബും പൊക്കി പിടിച്ച് അതാണ് ഹിന്ദു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അധികാരവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുമ്പോൾ, ഇത് പ്രചരിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഈ സംഘപരിവാര രാഷ്ട്രീയോ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളൊന്നുമല്ല. അതും പാടില്ല പറയുക, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് അവർ ചോദ്യങ്ങളില്ലെങ്കിൽ പലതിനും ഉത്തരം ഉണ്ടാവില്ല. ചോദ്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു ഹിന്ദുത്വം എല്ലാ ഹിന്ദുക്കളുടെയും അല്ല എന്നുള്ള നമ്മുടെ ആർഗ്യുമെന്റിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹിന്ദുവായി മുന്നോട്ട് പോകുന്നത്. എന്താണ്? നാം ഹിന്ദു ആകുന്ന രാഷ്ട്രത്തിൽ ദേശീയതയില്ല, അത് നമ്മുടെ സംസ്കൃതിയിലാണ്. അല്ലാതെ പുറത്ത് കാണുന്നതും പ്രചരിപ്പിക്കുന്നതും എല്ലാം തന്നെ വൈദിക ഹിന്ദുത്വവും ചാതുർവർണ്ണ ഹിന്ദുത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു ബ്രാഹ്മണിസം, പുതിയ ബ്രാഹ്മണിസം. ആ പുതിയ ബ്രാഹ്മണിസത്തിൽ അതിൽ ദലിതനുണ്ടായിരിക്കും, ആദിവാസി ഉണ്ടായിരിക്കും, സവർണരുണ്ടായിരിക്കും, അവർണരുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. എന്താണ് അത്? ആ ഉന്നത ശ്രേണിയിൽ എത്തിക്കൊണ്ട് മറ്റുള്ളവനെ താഴ്ന്നവനാണെന്ന ചിന്തയിൽ വർത്തിക്കാനുള്ള ടെൻഡൻസിയാണ് ആ ബ്രാഹ്മണൻ. അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അവ ഈ ഹിന്ദുത്വം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ആശ്രമത്തിൽ പാദപൂജയ്ക്ക് വേണ്ടിയിട്ട് ചില സന്യാസിമാരെ വിളിച്ചപ്പോൾ അതിൽ ആശാരിയുടെ കുടുംബത്തിൽ നിന്ന് പോയവനുണ്ട്, ഈഴവന്റെ കുടുംബത്തിൽ നിന്ന് പോയവനുണ്ട്, പറയന്റെ കുടുംബത്തിൽ നിന്ന് പോയവനുണ്ട്. പക്ഷെ അവർക്കൊന്നും സന്യാസിയായിട്ട് വന്നിരിക്കാൻ താല്പര്യമില്ല. എന്താ കാര്യം? സന്യാസിമാരവർ എന്താണ്? അവരുടെ കൂട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിട്ട് തെങ്ങേറ്റക്കാരനിരുത്തും, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരനിരുത്തും, മുടിവെട്ടുകാരനെ ഇരുത്തും. ഇങ്ങനെ എല്ലാ സാധാരണ മനുഷ്യരെയും ഇരുത്തി അതിൻ്റെ ഇടയിലാണ് ഇവരെയും ഇരുത്തുക. ഒരു പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല. എന്നാലോ എല്ലാവരും ഒന്നിച്ചിരുത്തി പാദപൂജ ചെയ്ത് ദക്ഷിണ സമർപ്പിക്കും. പക്ഷെ ഇവർക്ക് ഇരിക്കാൻ വയ്യ. ഇവൻ എവിടെ നിന്ന് തോന്നി ഇത്? ഞാൻ അവൻ്റെ കൂടെ ഇരിക്കില്ല എന്ന് പറഞ്ഞത് നമ്പൂതിരിയുടെ മകനല്ല പറയുന്നേ. ഇന്നലെ തെങ്ങ് കള്ള് ചെത്താൻ പോയവൻ്റെ മകനാ പറയുന്നതാണ് ഞാൻ സന്യാസിയാണ്, മറ്റവൻ്റെ കൂടെ ഇരിക്കില്ല. അത് യതിപൂജയല്ല. മരപ്പണിക്ക് പോയവനാ പറയുന്നേ ഞാൻ ഇരിക്കില്ല. എന്താണ്? ഞാൻ സന്യാസിയാ. ഞാൻ വന്നിരിക്കില്ല. എന്താണ്? ഞാൻ അമ്പലത്തിലെ പൂജാരിയാണ്. ആരാ? പൊലയന്റെ മകനാ പറയുന്നേ ഞാൻ പൂജാരിയാണ്, ഞാൻ നിലത്ത് പണിയെടുക്കുന്നതിൻ്റെ കൂടെ ഇരിക്കില്ല, പുരോഹിതനായിട്ടിരിക്കില്ല. എല്ലാവരും പറഞ്ഞു എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്ന ബ്രാഹ്മണത്തിൽ കുന്തിക്കുന്ന സന്യാസിമാരും പുരോഹിതന്മാരും ഉണ്ടായി വരുന്നു എന്നുണ്ടെങ്കിൽ ആ ഹിന്ദുത്വത്തിന് പിഴവുണ്ട്. ആ ഹിന്ദുത്വം തെറ്റാണ്, ആ ഹിന്ദുത്വം പൊള്ളയാണ്, ആ ഹിന്ദുത്വം സനാതന ധർമ്മമല്ല, സനാതന അധർമ്മമാണ്. ആ അധർമ്മം തന്നെയാണ് ഇന്നലെയും ഉണ്ടായിരുന്നത്, ഇന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നതും നാളെ ഉണ്ടാകാൻ പോകുന്നതും ആ സനാതന അധർമ്മമാണ്. ആ സനാതന അധർമ്മം എന്ത് വേണം? ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനാശം വരുത്തുക തന്നെ വേണം. അത് സനാതന അധർമ്മമാണ്. എന്നെ നാശം വരുത്താം, അതാ ഉണ്ടാക്കിയെടുക്കുന്നേ. അല്ല ഞങ്ങൾ പൊലേനെ നമ്പൂരിയാക്കിയില്ലേ, സന്യാസിയാക്കിയില്ലേ, എന്നിട്ട് എന്ത് ഫലം? അവൻ പാടത്ത് പണിയെടുക്കുന്നതിൻ്റെ അടുത്ത് ഇരിക്കാൻ തയ്യാറല്ല. ഇരിക്കുമ്പോൾ അവൻ മറ്റെന്തോ ആണെന്ന് അവന് തോന്നുന്നു. ഉണ്ണാനുണ്ടാക്കുന്നില്ല, ഉടുക്കാനുണ്ടാക്കുന്നില്ല, ഉണ്ണികളെ ഉണ്ടാക്കുന്നില്ല, എന്നിട്ട് ഇവന് എന്തോ ആണെന്ന് തോന്നുന്നു എങ്കിൽ അതവൻ്റെ ആത്മീയത കൊണ്ട് മാത്രമാണെങ്കിൽ ചണ്ടാളബാബയ്ക്ക് അംഗീകരിക്കാനാവും. അന്നമുണ്ടാക്കുന്നതിനേക്കാൾ ഒരു മഹത്വവും നമ്മൾ മറ്റാർക്കും കൊടുക്കും. അവൻ ആത്മീയത ഇല്ലെങ്കിൽ പോലും അവൻ അന്നമുണ്ടാക്കുന്നതിൽ പരം ആത്മീയത മറ്റൊന്നുമില്ല. കാരണം വിശക്കുന്നവന്റെ ഭക്ഷണത്തിനും ദാഹിക്കുന്നവന്റെ ജലത്തിനും പാറുമറയ്ക്കാൻ ആഗ്രഹിക്കുന്നവന് വസ്ത്രമെടുക്കാൻ ആഗ്രഹിക്കുന്ന വസ്ത്രത്തിനും പുതയ്ക്കാൻ ആഗ്രഹിക്കുന്നവന്റെ പുതപ്പിനും ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവന്റെ പാർപ്പിടത്തിനും പ്രാധാന്യം കൊടുക്കുന്നവനേക്കാൾ വലിയൊരു ആത്മീയത നമ്മൾ കാണുന്നില്ല. ഈ ആത്മീയതയ്ക്കാണ് മഹത്വമെങ്കിൽ, ഈ പണിയെടുക്കാത്ത ശങ്കരന്മാർക്കാണ് മഹത്വമെങ്കിൽ, പണിയെടുക്കാത്ത ചണ്ടാളന്മാർക്കാണ് മഹത്വമെങ്കിൽ അത് സനാതന ധർമ്മമല്ല. ആ ധാർമ്മിക ചിന്ത എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സബ്ജക്റ്റിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും കാലാകാലം രാജ്യത്തെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്യും. ആ വിവാദമാകാൻ കാരണം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാകുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അവരെല്ലാവരും അങ്ങനെയൊന്നല്ല, അതിൻ്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇത്തരം ആളുകൾ സംസാരിക്കുന്നത്. അത് വേറൊരു സിനിമ നടനാണെങ്കിൽ മുന്നോട്ട് വരില്ല. വേറൊരു സിനിമ നടന്ന ബ്രാഹ്മണനാകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചർച്ചയാവില്ല. അതുകൊണ്ട് സ്വയം ഈ
ഭാരതീയ ഇന്ത്യൻ കൾച്ചറിനെ ഹിന്ദു എന്ന നാമധേയത്തിൽ എടുത്തുയർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് തിരുത്താൻ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾ സ്വയം തിരുത്താൻ തയ്യാറാകണം. അല്ലാത്തിടത്തോളം കാലം ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യും. ആ ആക്ഷേപിക്കുമ്പോഴും അത്തരം പറയപ്പെട്ട ആളുകളുടെ നിഷ്കളങ്കത, അവരുടെ സത്യസന്ധത, അവരുടെ ആത്മാർത്ഥത, അവരുടെ നന്മ നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആക്ഷേപിക്കുന്നവർക്കൊപ്പം നാം ഇല്ല. നമ്മുടെ കൃത്യമായിട്ടുള്ള നിലപാടുകളാണ് നാം നിങ്ങളോടൊപ്പം പങ്കുവെച്ചത്. കൃഷ്ണകുമാറോ സുരേഷ് ഗോപി ആവട്ടെ, ഇവിടെ നന്മയെ നമ്മൾ തിരിച്ചറിയും. എന്നാൽ അവർ പറയപ്പെടുന്ന വാക്കുകൾക്ക് വളച്ചൊടിക്കാൻ കാരണം അത്തരം വ്യവസ്ഥകളുടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് നടക്കുന്നുണ്ട്. അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രാഹ്മണനായി ജനിക്കണമെന്ന ആഗ്രഹത്തെ നമ്മൾ മാനിക്കുന്നു. എന്നാൽ ഒരു പുലയനായി ജനിക്കാൻ എന്തുകൊണ്ട് തോന്നിയില്ല എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിചാരം ചെയ്യും. പഴങ്കഞ്ഞു കുടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ക്രൂശിക്കപ്പെടുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെടാൻ കാരണം? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ പരിഹരിക്കപ്പെടേണ്ടതുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരം ചെയ്യും. അത് അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ എടുത്തുയർത്തി വിവാദമാക്കിയ ആളുകളോടും ഈ വിവാദമാക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങളും സ്വയം വിചാരം ചെയ്യും. ഇനി ഈ പറയുന്ന കൃഷ്ണകുമാറിനെതിരെ കോടതിയിൽ പോയ മാന്യ അദ്ദേഹം പട്ടികജാതിക്കാരനാണെങ്കിൽ, സാമൂഹിക പ്രവർത്തകനാണെങ്കിൽ ഇത് കോടതി പോകേണ്ട ഒരു വിഷയമല്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അട്രോസിറ്റി ആക്ട് വന്നിട്ടില്ല. അട്രോസിറ്റി ആക്ട് വന്നൊരു വിഷയം നിങ്ങൾക്ക് നമ്മൾ തരാം. നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡ്, നിങ്ങൾ പറയുന്ന സർക്കാർ സംവിധാനത്തിൻ്റെ അധീനതയിൽ കൂടിയുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു ആചാര്യനാണ്, ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ആചാര്യനാണ്. എന്നിട്ട് പോലും ലിസ്റ്റിലുണ്ടായിട്ട് പോലും നമ്മൾ വ്യാജനാണെന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ പത്രത്തിൽ നമ്മളുടെ ഫോട്ടോ വരെ വെച്ച് കൊടുത്തപ്പോൾ അതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഇവിടുത്തെ SC/ST മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും തുടങ്ങി എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവർക്കും കൊടുത്തിട്ട് നാളിതുവരെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ SC/ST കമ്മീഷൻ അതിൻ്റെ പേര് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെയൊക്കെ ഈ പട്ടികജാതി പട്ടികവർഗ പ്രേമം ആത്മാർത്ഥമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് വരിക. നമ്മുടെ വിഷയം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതന്നെ അല്ലെങ്കിലും അത്തരം വിഷയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കമ്മീഷൻ്റെ ആത്മാർത്ഥതയും അത്രയേ ഉള്ളൂ. ഇതുവരെയും നീതി നമുക്ക് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ടാ, തൂക്കിക്കൊല്ലണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അട്രോസിറ്റി ആക്ട് പ്രകാരം നമുക്കെതിരെ വ്യാജ പരാതിയും വ്യാജാരോപണങ്ങൾ നടത്തിയ ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നേരെ ഒരു കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഒരു ആചാര്യൻ, ഇതിപ്പോൾ ശങ്കരാചാര്യർക്ക് വന്നിച്ചാൽ ഇവിടുത്തെ ഹിന്ദു സംഘടനകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരെ ഹിന്ദുത്വം പൊള്ളയാണ്. അവർക്ക് ബ്രാഹ്മണ പ്രേമം മാത്രമേ ഉള്ളൂ. അവർക്ക് ആചാര്യ പ്രേമമൊന്നുമില്ല. ആചാര്യനോട് പ്രേമമുണ്ടെങ്കിലും ജാതി നോക്കിയിട്ടുള്ള പ്രേമം മാത്രമേ ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ഹിന്ദു സംഘടനകൾക്കുള്ളൂ എന്നുള്ളത് സ്വന്തം ജീവിതം കൊണ്ട് ബോധ്യമുള്ള ആളാണെന്ന്. നമ്മുടെ വിഷയം പേഴ്സണലല്ല, സാമൂഹികമാണ്. എന്താണ് അത് ഞങ്ങളുടെ വിഷയമല്ല. എന്നാൽ നിങ്ങൾ കണ്ട് രാജ്യവർക്ക് നേരെ എന്തെങ്കിലും പറഞ്ഞു നോക്കൂ, നാളെ ഇവിടുത്തെ ഹിന്ദു സംഘടനകളൊക്കെ റോട്ടിലായിരിക്കും. വെറുതെ പറയുകയല്ല, ജാതി പറയുകയല്ല, കാണിക്കുന്നതാ പറയുന്നത്. ഹിന്ദുവിൻ്റെ വിഷയമാണല്ലോ, നമ്മളൊരു ആചാര്യനാണല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാട്. അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കേണ്ട, കുറച്ചാൾ അംഗീകരിക്കുന്ന ഒരാളാണല്ലോ. എന്തായാലും ദേവസ്വം ബോർഡ് എൻ്റെ ലിസ്റ്റിലുള്ള ആളാണ്, അവർ അംഗീകരിച്ചുകൊണ്ടാണല്ലോ. അനീതി. നമുക്കിത് അട്രോസിറ്റി ആക്ടുള്ള കേസിന് ആധാരമുള്ള സംഭവം നടന്ന ഒരു കേസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കേസെടുക്കാതെ, അതിന് സ്പെഷ്യൽ അന്വേഷണം വെക്കാതെ, വിശദീകരണം ചോദിക്കാതെ കോടതിയിൽ ജഡ്ജിമാർ പോലും അങ്ങട് വെച്ച് പോയുന്ന ഈ വിഷയം ഈ കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുത്ത ആളെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കൂടാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുള്ള വട്ടമേശ സമ്മേളനം നടത്തിയ പത്രമാധ്യമങ്ങളോടും പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷയം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലുള്ള ഒത്തിരി വിഷയങ്ങളവിടെ നടക്കുന്നുണ്ട്. അനീതിയുടെ, നമ്മുടെ ജനത അനീതി അനുഭവിക്കുന്നു. സ്വതന്ത്രാനന്ദ ഇന്ത്യയിലും നമ്മുടെ ജനത ഇന്നും കുഴി കുത്തി തന്നെയാണ് കഞ്ഞി കുടിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജനതയുടെ മാറ്റത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ആ തയ്യാറാകാത്തിടത്തോളം കാലം ഒരു ചണ്ടാളൻ എന്നൊരു ചോദ്യചിഹ്നമായിരിക്കും ശങ്കരൻ്റെ മുന്നിൽ. എന്താണ്, ആരാണ് വഴി മാറേണ്ടത്, ഞാനോ അതോ ഞാനോ? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മൾ ക്ഷമിച്ച എവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ആരെങ്കിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം ഇതിന് മാറ്റിവെച്ചതിന് പ്രത്യേകം നന്ദി. പ്രത്യേകം സന്ധ്യാനേരമാണ്, പ്രാർത്ഥനയുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുടികുത്തി കഞ്ഞൂടി എന്ന് പരാമർശം ഒരു തെറ്റായ പരാമർശമൊന്നുമല്ല. ആർക്കും കുടികുത്തി കഞ്ഞുടിക്കാം, പക്ഷെ കുടിപ്പിക്കാൻ പാടില്ല. വഴി നടത്താൻ വിരോധം നിന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നില്ല ആവശ്യം, വഴി നടക്കുകയായിരുന്നു. എല്ലാവരും അമ്പലത്തിൽ കയറ്റിക്കൊണ്ടൊന്നും നാട് നന്നാവാൻ പോകുന്നൊരു അഭിപ്രായം നമുക്കില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. എല്ലാവരും അമ്പലത്തിൽ കയറ്റലല്ല പുരോഗമൻ, എല്ലാവരും അംഗീകരിക്കില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഒരു പുലയനും പറയനും വെട്ടുവനും ആദിവാസിയും ഒക്കെ ആകാൻ തോന്നട്ടെ. ഇന്ന് സുരേഷ് ഗോപി വിമർശിച്ചിട്ടുള്ള മുസ്ലിം സമുദായക്കാർക്കും ക്രൈസ്തവർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എങ്കിലും
ഒരു പുലയനോ പറയനോ ആയി ജനിക്കാൻ തോന്നട്ടെ. KR നാരായണൻ പറഞ്ഞ പോലെ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായി ജനിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെയല്ല, അടുത്ത ജന്മത്തിൽ എനിക്കൊരു പുലയനാകണം, പറയനാകണം, SC ആവണം, ST ആകണമെന്ന് ഈ രാജ്യത്ത് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് അടുത്ത കാലഘട്ടത്തിൽ ഒരു ശങ്കരൻ്റെ മുന്നിൽ നിന്ന് ചണ്ടാളനാകണം, ശങ്കരനാകേണ്ട എന്ന് പറയാൻ നിങ്ങൾക്കാകുന്നൊരു സുദിനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും എരുനീലിയമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. അവം ഹരേ നമ ചണ്ടാള രൂപായ കുലുഗുരു ശ്രീപാദികാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.